പോയി. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്ന് ഇന്നിവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണു സർ, പിന്നെ നമ്മുടെ കോളേജിന്റെ എല്ലാമായ എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും വളരെ ഊർജ്ജസ്വലമായി എല്ലാ സമയത്തും നമ്മോട് കൂടെ നിൽക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ സർ, പിന്നെ നമ്മുടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് HOD അനീഷ് സർ, പിന്നെ പ്രിയപ്പെട്ട ബഷീർ സർ, പിന്നെ ഞങ്ങളുടെ എല്ലാമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് അഡ്വൈസർ പ്രജിത ടീച്ചർ, പിന്നെ നിഷീത മാം, പിന്നെ എന്റെ മറ്റു പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. ഒരുപാട് ലേറ്റ് ആയി എന്ന് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഓസോൺ ഡേയിലല്ല നമ്മൾ ഓസോണിനെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു പ്രസക്തിയുള്ള കാര്യമല്ല. കാരണം ഓസോണിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു കൊടയെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കേണ്ടതും എപ്പോഴും ചർച്ച ചെയ്യേണ്ടതും. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക സമയം വേണമെന്നില്ല. അപ്പോ നമ്മൾ ആ ദിവസം ആചരിച്ചില്ല, കുറച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയൊന്നും പ്രശ്നമില്ല. കാരണം നമ്മൾ എപ്പോഴും സംസാരിക്കേണ്ട ഒന്ന് തന്നെയാണ് അത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മളോട് ആധികാരികമായി സംസാരിക്കാനെത്തിയ വിഷ്ണു സാറെ ഞാൻ വീണ്ടും ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. എനിക്കിതിനെ കുറിച്ച് സയന്റിഫിക് ആയിട്ടൊന്നും പറയാനറിയില്ല, എന്നാലും അറിയാവുന്നത് ഇത്രയേ ഉള്ളൂ. ഓസോണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന UV റേസ് കാരണം ഏറ്റവും വലിയ പ്രശ്നം മഞ്ഞുമലകളൊക്കെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെള്ളത്തിന്റെ തോത് കൂടുന്നതിനനുസരിച്ച് കരയുടെ അളവ് മീൻസ് കരയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഭൂമിയിലെ കരഭാഗം വെള്ളത്തിലോട്ട് താന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ കൂടാതെ നമുക്കൊക്കെ പലർക്കും വരാൻ പോകുന്ന ഒരുപാട് സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസ്, UV റേസ് തട്ടി ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വരാനുണ്ട്. അപ്പോ ഇതൊക്കെ വലിയൊരു ചോദ്യചിഹ്നമാണ്, നാളെ ഭൂമി എന്താവും എന്നുള്ളത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ സയന്റിഫിക്കായി സംസാരിക്കാനാണ് വിഷ്ണു സർ എത്തിയിട്ടുള്ളത്. അപ്പോ ഞാൻ സാറെ വീണ്ടും ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി അധ്യക്ഷ സ്ഥാനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അനീഷ് സാറെ ക്ഷണിച്ചു പോകുന്നു. താങ്ക് യു അഫ്ര. കേൾക്കാലോ അല്ലേ? കേൾക്കാം സർ. ഓക്കെ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ഇത്രയും പ്രിയപ്പെട്ട ഡോക്ടർ വിഷ്ണു, ഈ എനർജി ആൻഡ് എൻവയൺമെന്റ് കൺസർവേഷൻ ക്ലബിന്റെ കോർഡിനേറ്റർ നിഷിത, സ്റ്റുഡന്റ് കോർഡിനേറ്റർ അഫ്ര, മറ്റ് സഹപ്രവർത്തകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അഫ്ര പറഞ്ഞു വല്ലാണ്ട് വൈകിപ്പോയി. അത് ഇന്നത്തെ സമയം അല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. 16-ാം തീയതി നടത്തേണ്ടിയിരുന്ന ഓസോൺ ഡേ ഒബ്സർവൻസ് നമ്മൾ 21-ലേക്ക് മാറ്റിവെച്ചു. അതില് പ്രത്യേകിച്ചൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ഈ 16-ന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ള ഒരു പോയിന്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രഭാഷണം അവസാനിപ്പിക്കാന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയാമായിരിക്കും, 1987 മോൺട്രിയോൾ പ്രോട്ടോകോൾ, അവിടെ വെച്ചിട്ടാണ് ഈ ഓസോൺ ലെയർ ഡിപ്ലീഷനെ കുറിച്ച് ഗൗരവമായ ഒരു ചർച്ച നടക്കുകയും അതിന്റെ ഒരു ഉടമ്പടി 30 ലോകരാഷ്ട്രങ്ങൾ ചേർന്ന് ഒപ്പിടുകയും ചെയ്തത്. ആ ഒപ്പിട്ടത് ഒരു സെപ്റ്റംബർ 16-നായിരുന്നു എന്നാണ് ചരിത്രം. അപ്പം 1994 ചേർന്ന മറ്റൊരു UN ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ടാണ് സെപ്റ്റംബർ 16 ഓസോൺ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യാം എന്ന് തീരുമാനം എടുക്കുന്നത്. അപ്പൊ 1994 ശേഷമാണിത് സെപ്റ്റംബർ 16 എന്നുള്ളൊരു ദിവസം നമ്മുടെ ഭൂമികയിലേക്ക് കടന്നു വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പുറം പറഞ്ഞതുപോലെ വിശദമായ ശാസ്ത്ര സത്യങ്ങളിലേക്ക് നമ്മൾ ആരും പോകേണ്ടതില്ല. കാരണം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനാണ് ഡോക്ടർ വിഷ്ണുവിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ എനർജി ആൻഡ് എൻവയൺമെന്റ് കൺസർവേഷൻ ക്ലബിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് 1-2 വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം 2016-17 കാലഘട്ടം മുതൽ, അത് ഫോം ചെയ്തത് മുതൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു വളരെ ആക്റ്റീവായിട്ടൊരു ക്ലബ്ബ് ആണ് എനർജി ആൻഡ് എൻവയൺമെന്റ് കൺസർവേഷൻ ക്ലബ്. ഈ നാഷണൽ ഈ പറഞ്ഞ വേൾഡ് ഓസോൺ ഡേ തന്നെ നമ്മൾ മിക്കവാറും എല്ലാ വർഷങ്ങളിലും ആചരിച്ചിട്ടുണ്ട്. 1-2 വർഷം മാത്രമേ അത് ചില സാങ്കേതിക കാരണങ്ങളാൽ വിട്ടുപോയിട്ടുള്ളൂ. അപ്പോ
അത് പ്രത്യേകം അഭിനന്ദിക്കേണ്ടത് ഈ ക്ലബിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ടീച്ചർ കോർഡിനേറ്റർ ആയിട്ടുള്ള നിഷീദയെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിഷീദയെ ഹാർദവമായിട്ട് ഞാൻ അനുമോദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ഒരു വ്യത്യാസം കാണുന്നത് ടീച്ചർ സെന്റേർഡ് പ്രോഗ്രാംസിൽ നിന്നും സ്റ്റുഡന്റ് സെന്റേർഡ് പ്രോഗ്രാംസിലേക്ക് അത് മാറി എന്നുള്ളതാണ്. ജൂൺ 5 നമ്മൾ വേൾഡ് എൻവയൺമെന്റ് ഡേ ആചരിച്ചുകൊണ്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അതുമുതൽ സ്റ്റുഡൻസിന്റെ കോൺട്രിബ്യൂഷൻസ് ഇതിലേക്ക് കാര്യമായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റുഡൻസ് അത് ഏറ്റെടുക്കുകയാണ്. അതൊരു പക്ഷെ മുൻകാലങ്ങളിൽ അത്ര സജീവമായിട്ട് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. കാരണം അവർ വളരെ ആക്റ്റീവാണ്. ഈ ഒരു വിഷയത്തിൽ വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിൽ അവർക്കുള്ള വിരുത് അവർ പല അവസരങ്ങളിലായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്കത് കാണാം. ഒന്ന് സ്വാഗത പ്രസംഗം സാധാരണ ടീച്ചർ കോർഡിനേറ്റർ ആണ് പറയുന്നത്, ഇന്ന് സ്റ്റുഡന്റ് കോർഡിനേറ്റർ തന്നെ സ്വാഗതം ചെയ്തു. ഇനി കുട്ടികളുടേതായിട്ടുള്ള ചില ആവിഷ്കാരങ്ങൾ നിങ്ങൾക്ക് ഇനി കാണാം. എലക്യൂഷൻ, ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരു എലക്യൂഷൻ കോമ്പറ്റീഷൻ, ഇന്റർ കൊളീജിയറ്റ് എലക്യൂഷൻ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ട്. അതിന് മുഴുവൻ നേതൃത്വപരമായി പങ്കുവഹിച്ചത് കുട്ടികൾ തന്നെയാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കുട്ടികളെയും ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടും കോളേജിന് വേണ്ടിയിട്ടും അഭിനന്ദിക്കാൻ കൂടെ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ഹീലിംഗ് ദ ഹോൾ ഇൻ ദ ഓസോൺ അംബ്രല്ല എന്നായിരുന്നു ഒരുപക്ഷെ നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമിന്റെ ഒരു പേര്. അത് മുതൽ ഇങ്ങോട്ട് ഈ ഒരു ഓസോൺ ഡേയില് നമ്മൾ പ്രകൃതിയെ കുറിച്ചും ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാക്കുന്ന അപകടങ്ങളെ കുറിച്ചും ഒക്കെ വിവരവുമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സത്യം കൂടെ ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഓസോൺ ഡിപ്ലീഷനിൽ ഏറ്റവും പ്രധാനമായ വില്ലൻ എന്ന് പറയുന്നത് ഹാലോ കാർബൺസ് എന്നറിയപ്പെടുന്ന കെമിക്കൽസ് ആണ്. അപ്പൊ ഈ ഹാലോ കാർബൺസിൽ തന്നെ മീഥൈൽ ബ്രോമൈഡ് ആണ് അത്ര ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ. മറ്റ് ക്ലോറോഫ്ലൂറോ കാർബൺസ്, കാർബൺ ടെട്രാക്ലോറൈഡ് പോലുള്ള സാധനങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു പാതകം എന്ന് പറയുന്നത് MSc പ്രാക്ടിക്കലിന്റെ സിലബസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പാർട്ടീഷൻ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് ഉണ്ട്. അതിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കെമിക്കൽ കാർബൺ ടെട്രാക്ലോറൈഡ് ആണ്. പക്ഷെ കാർബൺ ടെട്രാക്ലോറൈഡ് ഒരു ബാൻഡ് ആയിട്ടുള്ള കെമിക്കലാണ്. ഇതിപ്പോ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ അവൈലബിൾ ആണ്. പക്ഷെ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു വില നമ്മൾ അതിന് കൊടുക്കേണ്ടി വരും. ബാൻഡ് ആയിട്ടുള്ള കെമിക്കലാണ്. പക്ഷെ അവൈലബിൾ 10,000 രൂപയൊക്കെ കൊടുത്ത് കാർബൺ ടെട്രാക്ലോറൈഡ് വാങ്ങിക്കുന്ന കോളേജസ് ഉണ്ട്. നമ്മുടെ കോളേജിൽ ഇരിക്കുന്നുണ്ട് കുറെ. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്ന പഴയ സ്റ്റോക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ എക്സ്പെരിമെന്റ് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരായി തീരുകയാണ്. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവില് എത്ര ബാൻ ചെയ്താലും അതൊക്കെ സമൂഹത്തിൽ അവൈലബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ ലോകത്തെല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതിനെ തടയിടാൻ ഗൗരവമായിട്ടുള്ളൊരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. യൂസ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇത് ഗവൺമെന്റ് പോലുള്ള സംവിധാനങ്ങൾ ഇത്തരം യൂസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തേണ്ടതും ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത്തരത്തിലുള്ള വളരെ പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഊന്നിക്കൊണ്ട് നമുക്കൊരു പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കും. ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മുടെ സിലബസിൽ നിന്നും മാറ്റുകയോ അല്ലെങ്കിൽ അതിന് പകരം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഉപയോഗിക്കാൻ കുഴപ്പമില്ലാത്തുള്ള കെമിക്കൽസ് ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാം എന്നും കൂടെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതാകട്ടെ ഇന്നത്തെ ഓസോൺ ഡേയുടെ ഒരു മെസ്സേജ് ആയിട്ട് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയൊരു പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. പ്രിൻസിപ്പലിനെ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നതിന് മുമ്പായിട്ട് സ്പീക്കറെ പ്രിൻസിപ്പൽക്കൊന്ന് പരിചയപ്പെടാനും കൂടെ ഉള്ള ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് സ്പീക്കറെ കുറച്ച് വിശദമായി പരിചയപ്പെടുത്താനായിട്ട് സ്പീക്കറുടെ സുഹൃത്തും ഒരുമിച്ച് PhD കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുള്ള ഡോക്ടർ ബഷീർ MC ക്ഷണിക്കുന്നു. Okay, thank you, sir. I'm very happy to introduce my friend, Dr. Vishnu VS. As he said, he is basically from Trivandrum and living in the central part of Trivandrum, that is Pavadiyar, and has done his BSc and MSc from Kerala University, and he was with us in National Institute of Science and Technology, NIST Trivandrum. He joined for PhD in
2007, and he was working in the inorganics chemistry division in the area of synthesis, characterization, and optical properties of environmentally benign rare earth-based inorganic pigments. And he obtained PhD in 2012, I think, and has a couple of publications, 13 publications. And after that, he started his career as a teaching assistant professor in chemistry at College of Engineering Trivandrum, CET Trivandrum in 2011. And after that, he moved to in government sector, and he moved to Government Arts College Trivandrum. Now he's working there, continuing there. And he also have a very prestigious award in 2016, Player International Intern Award, and he was working in Nottingham Trent University, UK, as a research intern, and for 1 month. And also he is associated with a couple of programs like Yusuf Hamid Inspirational Chemistry Program of Royal Society of Chemistry. This is one of the interesting program by Yusuf. He's an entrepreneur, and also he's very active in student enriched programs, and he's teaching fraternity. He's leader in teaching fraternity, and he was selected as member of Senate in the University Kerala, and also PG member of PG Board of Studies in Universities of Kerala, and also he's a coordinator, IQC coordinator at Government Arts College. And he's a resource person in many institutes like SCRT and CSTE, and is well-known speaker in chemistry in academic fraternity, chemistry fraternity. And very nice to meet you here. And I'm sure he will deliver a very good lecture, and it will be very useful to you. Thank you. Thank you. And thank you, Bashir, for introducing the speaker. ഇനി ഞാൻ വളരെ ആദരവോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിനെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. ഓക്കെ, ഓഡിബിൾ അല്ലേ? അതെ സർ, അതെ സർ. ഗുഡ് മോർണിംഗ് ഓൾ. ഏറ്റവും പ്രിയപ്പെട്ട ഇന്നത്തെ മുഖ്യാതിഥി ഡോക്ടർ വിഷ്ണു VS, ഗവൺമെന്റ് ആർട്സ് കോളേജ് ട്രിവാൻഡ്രം. പ്രിയപ്പെട്ട ഡോക്ടർ അനീഷ് MH, head of the Department of Chemistry and chair of today's function. Dear Dr. Bashir MC, Dr. Prajita, and all other faculty members joined. Dear Afra, and all students joined from PSMA College and also outside college. Warm good morning to one and all. വാം ഗുഡ് മോർണിംഗ് എന്ന് പ്രത്യേകം പറഞ്ഞു തന്നെയാണ്. മോർണിംഗ് ഈസ് വാം. അത് വളരെ വ്യക്തമാണത്. നമ്മളിപ്പോ എപ്പോഴും പറയാറുണ്ട്, പുറത്ത് തകർത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പറയും റൂമിനകത്ത് ചൂടാണെന്ന് പറയും. അതൊക്കെ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ടോപ്പിക്കിന്റെ പേര് തന്നെ കൊടുത്തിട്ടുണ്ട്, Montreal Protocol, keeping us, our food and vaccine cool. നിഷീദ വളരെ വിദഗ്ധമായിട്ട് മോൾ അടി കൂൾ സോൺ നമ്മുടെ ഉദ്ദേശം. ഓക്കെ ഗുഡ്. ഏതായാലും ഡിസ്കസ് എങ്ങനെ നമുക്ക് ഇത് കിട്ടുന്നുള്ളതാണ് നമ്മൾ ചർച്ച. കൂൾ എന്നുള്ള ഒരു അവസ്ഥ ഒരു ട്രോപ്പിക്കൽ റീജിയൻ എന്ന നിലക്ക് നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നമ്മളൊരു ട്രോപ്പിക്കൽ ഓർ സബ് ട്രോപ്പിക്കൽ ബെൽറ്റ് ആണ് നമ്മുടെ ഏരിയ. സീസണലി എങ്കിലും ചെറിയൊരു കൂളിംഗ് ഒക്കെ കിട്ടുന്നൊരു സമയം ഉണ്ടായിരുന്നു. അതുപോലും ഒരു ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്.
Even temperate climate, okay, temperate climate still. With almost that clear-cut seasons. നമുക്ക് സീസണെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. മഴക്കാലം പോലും മാറി. ഏത് സമയത്ത് മഴ, ഏത് സമയത്ത് സമ്മർ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതിലേക്ക് വരും. കാരണം ഈ വർഷം ഏപ്രിൽ മാസത്തിലാണ് കേരളത്തിൽ ഫ്ലഡ് അവസ്ഥയിലേക്ക് എത്തിയത്. ഏപ്രിൽ മെയ് ഈസ് സമ്മർ സീസൺ. Last 2 years, 2018, 2019, we all experienced the mega flood during month of August. But this year, August, we got moderate rainy season, rain we got. But present, for last 1 week, no rain at all. Very hot climate we are experiencing presently. അഫ്ര തുടക്കത്തിൽ സൂചിപ്പിച്ചു, നമ്മൾ ലേറ്റ് ആയി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, സമയം നോക്കി, ഞാൻ 10 മണി ഷാർപ്പ് തുടങ്ങിയതാണ് അനിസാർ പറഞ്ഞതുപോലെ. അപ്പോ പെട്ടെന്ന് എനിക്ക് ക്ലിക്ക് ചെയ്തു 16 കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞല്ലോ എന്നുള്ളത്. അഫ്ര, നോട്ട് ലേറ്റ്, വി ആർ ഓൺ ടൈം. All 365 days we can conduct programs country with environment. Anyway, I'm happy, very happy to mention that the Energy and Environment Conservation Club under the Department of Chemistry is organizing programs every year. Because when I am dealing with the new sector of college, without any break, one club regularly organized program is one is Energy and Conservation Club. Some other clubs sometimes organize one program in 1 year, next year will not be there. Program will not be there, then interrupted by some other reasons. Because in all the newsletters I published, programs connected with EEC is there. Congrats to teacher coordinator Nishida, head of the department Anish, and all other faculty members and students who are organizing programs connected towards connected under this EEC. I'm not taking much of your time. ഈ വർഷത്തെ പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ട്. Importance is given to Montreal Protocol so as to cool our earth. So as to cool our earth എന്നാ പറഞ്ഞത്. എങ്ങനെ സാധിക്കും എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ നമുക്ക് കൂളിംഗ് സംസാരിക്കണം, ക്ലൈമറ്റ് ചേഞ്ച് സംസാരിക്കണം, ഈവൻ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് പോലും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, കൂളിംഗ് എന്നുള്ളത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെയും പറഞ്ഞിട്ടുണ്ട്, ബൂസ്റ്റ് എനർജി എഫിഷ്യൻസി ലീഡിങ് ടു ഫുഡ് സെക്യൂരിറ്റി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണത്. ഞാൻ കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട്, ബോട്ടണിയിലൊരു ചാപ്റ്റർ ഉണ്ട്, ഫോട്ടോസിന്തസിസ്. അതിൽ കൃത്യമായിട്ട് C3 പ്ലാന്റ്സിന്റെയും C4 പ്ലാന്റ്സിന്റെയും കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഫുഡ് ഗ്രെയിൻസ് ഉപയോഗിക്കുന്ന മജോറിറ്റി പ്ലാന്റ്സും C3 കാറ്റഗറിയാണ്. വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ദി പ്രൊഡക്ടിവിറ്റി ഓഫ് C3 പ്ലാന്റ്സ് വിൽ ഡിക്രീസ്. നമ്മുടെ റൈസ് ഒക്കെ C3 ആണ്, നമ്മുടെ മേജർ ഫുഡ് ഗ്രെയിൻ. ടെമ്പറേച്ചർ കൂടിയാൽ C3 പ്ലാന്റ്സിന്റെ പ്രൊഡക്ടിവിറ്റി കുറയും. പ്രൊഡക്ടിവിറ്റി കുറഞ്ഞാൽ നമ്മുടെ ഫുഡ് അവൈലബിലിറ്റി കുറയും. അവിടെയും കുട്ടിക്ക് സംശയം ഉണ്ടാവും, C4 പ്ലാന്റ്സ് ബെറ്റർ അല്ലേ? ഇൻ ദ കേസ് ഓഫ് C4 പ്ലാന്റ്സ്, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ബട്ട് ടു സം എക്സ്റ്റെന്റ്. ഒരു ടെമ്പറേച്ചർ ഒരു പ്രത്യേക പരിധി വിട്ട് കഴിഞ്ഞാൽ അവിടെയും കുറയും. That is more important. That is the reason why 2021 Ozone Day celebration, we have to discuss about the cooling of the earth, food production, and also energy efficiency. All these things we have to discuss in detail. And also we got an eminent personality from Bashir's introduction. I got the
breadth of the topic researched by our resource person, today's resource person, Dr. Vishnu. Happy welcome, sir, to a function of PSMO College from principal side. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഏതായാലും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അഫ്ര സൂചിപ്പിച്ചു, ഒരു മഞ്ഞുമല ഒരുക്കുന്ന പ്രശ്നമല്ല ഇത്. അത് സംഭവിച്ചാൽ എന്ത് എന്നുള്ളത് ഒരു കാര്യം കുട്ടികൾ മനസ്സിലാക്കിക്കോ. ഞാൻ വ്യക്തമായിട്ട് പറയാണ്, when the condition is going like this, if water rise happened to 1 meter height, 50% of our state will be under sea. കൃത്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അവസ്ഥയിൽ പോയാൽ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് മുങ്ങുന്നുണ്ടെങ്കിൽ അതാദ്യത്തേത് നമ്മുടെ സ്റ്റേറ്റ് ആയിരിക്കും. കാരണം നമ്മൾ പൊങ്ങി വന്നവരാണ്. ഞാൻ എപ്പോഴും സൂചിച്ചിട്ടുണ്ടെന്ന് തോന്നണ, നമ്മൾ പൊങ്ങി വന്നവരാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, പരശുരാമന്റെ ഏറുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഏറായി പോയി. ആ നീട്ടി എറിഞ്ഞപ്പോ ഒന്ന് വീശി എറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ വീതിയിൽ നമ്മുടെ സ്റ്റേറ്റ് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് ലൈക്ക് എ വിറ്റർ ഗോഡ്, നീണ്ടു കിടക്കുന്ന ഒരു സ്റ്റേറ്റിന്റെ 50% പ്ലെയിൻ ആണ്. ആലപ്പുഴ ഡിസ്ട്രിക്ട് ബിലോ സീ ലെവൽ ആണ്. കോഴിക്കോട്, എറണാകുളം സിറ്റി ഒക്കെ MSL ആണ്, മെയിൻ സീ ലെവൽ ആണ്. സിയുടെ ലെവലും സിറ്റിയുടെ ലെവലും സെയിം ആണ്. നമ്മൾ കൊണ്ടുതള്ളിയ പാറക്കൂട്ടങ്ങളും ചില ബണ്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് വെള്ളം കൊണ്ട് കയറാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇതൊക്കെ. ഓൾ ദീസ് ആർ കണക്റ്റഡ് വിത്ത് ടുഡേസ് ടോപ്പിക്. അപ്പോ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ നമ്മൾ പേടിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോണത്. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഏതായാലും കുട്ടികളൊക്കെ കുറച്ചൊക്കെ നീന്തം പഠിച്ചു വെച്ചോളൂ. ഓക്കെ, തുടക്കത്തിലൊക്കെ ഒന്ന് ഹെൽപ്ഫുൾ ആകും. ഓക്കെ, തമാശയായിട്ട് പറയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ വിഷയം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡിസ്കസ് ചെയ്യേണ്ടതാണ്. താമസിച്ചിട്ടില്ല, വീണ്ടും പ്രോഗ്രാംസ് നടത്തേണ്ടതുണ്ട്. ഏതായാലും സന്തോഷമുണ്ട്, ഒരു കോമ്പറ്റീഷൻ അടക്കം കുട്ടികൾ നടത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഈ വിഷയത്തിന്. അങ്ങനെ വരുന്ന സമയത്ത് ആ പ്രസന്റ് ചെയ്യുന്ന കുട്ടികൾ പഠിക്കും, അത് കേൾക്കുന്ന കുട്ടികൾ പഠിക്കും. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമില് അറൌണ്ട് മോർ ദാൻ 90 മെമ്പേഴ്സ് ജോയിൻഡ്. ഓക്കെ, മിനിമം നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ബാക്കിയുള്ള കുട്ടികൾക്ക് കൂടെ ഈ ഒരു മെസ്സേജ് എത്തിച്ചു കൊടുത്തുകൊണ്ട് നല്ലൊരു പ്രോഗ്രാമാക്കി മാറ്റാമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ കീപ്പിംഗ് അസ് അവർ ഫുഡ് ആൻഡ് വാക്സിൻ കൂൾ എന്ന വിഷയത്തിലുള്ള ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. സർ, ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ചെയ്തൊരു വീഡിയോ റിലീസ് ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പലിനോട് ഒന്ന് അറിയിക്കുകയാണ്. അതിപ്പോ ചെയ്യണോ, ആദ്യം ചെയ്യണോ, അതോ പ്രഭാഷണം അത് റെഡിയാണോ? ഒന്ന് ഇപ്പൊ ചെയ്താലോ? സാറിന് തിരക്കുണ്ടോ? അല്ല, ഞാൻ പിന്നെ കഴിഞ്ഞാല് ഞാൻ ടോക്ക് തുടങ്ങിയത് ഇറങ്ങും. ഞാൻ കോളേജിലുള്ളത്, ഒന്നുണ്ട് അത്യാവശ്യ കാര്യങ്ങളുണ്ട്. കുഴപ്പമില്ല, ഞാൻ കുറച്ചേരം നിൽക്കാം. എനിക്കും കൂടെ താല്പര്യമുള്ള ടോപ്പിക്. അതുകൊണ്ട് റോയ്, വിഷ്ണു സാർ, ഞാനൊരു ബോട്ടണിക്കാരനാണ്. ഓക്കെ, സന്തോഷം സാർ. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു സർ. റെഡിയാണോ? അതൊരു 2 മിനിറ്റ് ഒക്കെ അല്ലേ എടുക്കുള്ളൂ, 5 മിനിറ്റിൽ താഴെയല്ലേ എടുക്കുള്ളൂ. എത്ര മിനിറ്റാ? ഓക്കെ. So thank you, Asis sir, for talking about the botanical part of today's subject. Now we are expecting Dr. Vishnu to talk about the chemistry part. But before that, as a very good initiative from the students of our department, I invite Afra to release a video which has been prepared by our students, our own students, regarding today's topic. Over to you, Afra. And that will be, I think that will be released by our beloved principal. Okay. എങ്ങനെയാണ് എന്റെ ഒരു അത് പിന്നെന്താണ്, ഇവരുടെ കയ്യിൽ തന്നെയാണ് സർ. ഈ മെയിൻ ആയിട്ട് ഈ 4 കുട്ടികളാണ്, അഫ്ര, ഹന്നത്ത്, ഹസനത്ത്, ഫബിൻ ഷാ. ഇവര് 4 പേരും കൂടിയാണ് ചെയ്തത്. അപ്പൊ ഞാൻ പ്രിൻസിപ്പളിന് ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സാറിന് അത്
അത് കുഴപ്പമില്ല പറ്റുള്ളൂ. നിഷിത അത് വേണ്ട, അത് ഞാനൊന്ന് ഒരു പ്രഖ്യാപനം നടത്താം. ഓക്കെ, അനീസാറോട് പറയുന്നത് നമ്മൾ അടുത്തൊരു ഓഫ്ലൈൻ പ്രോഗ്രാമിൽ ഈ 4 പേരെ നമുക്കൊന്ന് ആദരിക്കാം. ഓക്കെ, ഒന്ന് വിളിച്ച് അതിന് ഫർദർ കാര്യങ്ങൾ അന്ന് ചെയ്യാം. ഇപ്പൊ അത് കുട്ടികൾ റിലീസ് ചെയ്തോട്ടെ, ഷെയർ ചെയ്തിട്ട്. ഓക്കെ, അത് സന്തോഷത്തോടെ അത് റിലീസ് ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ഓക്കെ, കുട്ടികൾ ചെയ്താൽ മതി. ഫെബിൻഷ റിലീസ് ചെയ്യും. ഫെബിൻഷ, So invite Febinsha to release the video, please. സ്ക്രീൻ വിസിബിൾ ആണോ സർ? യെസ് വിസിബിൾ ആണ്. അതെ, വരുന്നുണ്ട്. സൗണ്ട് ഇല്ലല്ലോ. ഫെബിൻഷ മ്യൂട്ടാണ്, ഓണാക്കിയാൽ സൗണ്ട് കിട്ടുമോ? യുവർ ഫോൺ ഈസ് മ്യൂട്ട്. മൈക്ക് ഓൺ ചെയ്യണോ? മൈക്ക് ഓൺ ചെയ്തോളൂ. എന്നിട്ടൊന്ന് റീപ്ലൈ ചെയ്തോളൂ ആദ്യം മുതൽ. ഓക്കെ, ഒന്നുകൂടെ സൗണ്ട് ഉണ്ടോ? അപ്പോഴും കേൾക്കുന്നില്ലല്ലോ ശരിക്കും. Okay. Thank you, Febinsha, for presenting the video. It was a nice video. The audio കേൾക്കാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ്. നമുക്ക് ഒന്നും കൂടെ അവസാനത്തേക്ക് പറ്റുമെങ്കിൽ ഒന്നും കൂടെ കേൾക്കാം. എന്തായാലും നിങ്ങളുടെ ഈ ഒരു എഫേർട്ടിനെ ഹാർദവമായിട്ട് അനുമോദിക്കാൻ കൂടെ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും, അതുപോലെ ഡോക്ടർ വിഷ്ണുവിന് വേണ്ടിയിട്ടും പ്രിൻസിപ്പൽക്ക് വേണ്ടിയിട്ടും എല്ലാവരും ഈ കുട്ടികളെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുട്ടികളെ ഹാർദവമായിട്ട് ഒരിക്കൽ കൂടെ അനുമോദിക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് കടക്കുകയാണ്. എല്ലാ ആദരവോടും കൂടി ഞാൻ ഡോക്ടർ വിഷ്ണുവിനെ ഇന്നത്തെ ഒരു മുഖ്യ പ്രഭാഷണം നിർവഹിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഓവർ ടു യു സർ. കേൾക്കാമോ സർ? കേൾക്കാം സർ, കേൾക്കാം. Okay. So first of all, let me express my sincere thanks to the organizers of the Energy and Environment Conservation Club, as well as the Department of Chemistry, for inviting me for this program. I'm really happy to be here because one of my friends, Bashir, is here. Nishida is the wife of one of my dear friends, Ali. I'm very happy to be here. മറ്റൊന്ന്, കുട്ടികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ അതിൽ പ്രത്യേക സന്തോഷം. ആൻഡ് വളരെ എന്താ പറയുക, ഒരു സന്ദേശം നൽകുന്ന ഒരു വീഡിയോ അവരെ തയ്യാറാക്കിയ ആ ഒരു സ്റ്റുഡന്റ് ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുകയും കൂടി ചെയ്യുന്നു. ഒപ്പം വളരെ സന്തോഷം. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കുന്നു. ബഹുമാനം ആദ്യമായി പ്രസിഡൻഷ്യൽ അഡ്രസ് പറഞ്ഞ അനീസ് സർ, ഇനോഗ്രൽ അഡ്രസ് പറഞ്ഞ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്ത് സംസാരിച്ച കോളേജിന്റെ പ്രിൻസിപ്പൽ കൂടിയായ അസീസ് മാഷ്,
സ്റ്റുഡൻറ് കോർഡിനേറ്ററായ അഫ്ര, ടീച്ചർ കോർഡിനേറ്ററായ നിഷീദ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, today I would like to discuss on one important aspect of, the important aspect of this particular day, that is 16 September to 16 September, that is the World Ozone Day. I think I'll just switch over to my presentation as well, so that സർ കാണാൻ സാധിക്കുന്നുണ്ടോ? കാണുന്നുണ്ട് സർ. Okay. So the topic for today's presentation is endeavors to heal our sky. That is something related to the Montreal Protocol and the theme that it has set for this particular year. And see, we know we actually celebrate Ozone Day every year. What is the speciality of this day? What does this remind us? എന്നൊക്കെ ചില ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്കുണ്ട്. I think that the first thing that comes to our mind would be the ozone hole in Antarctica. The second thing would be the chlorofluorocarbons. Sometimes the third thing would be about chlorine free radicals, maybe the bromine free radicals also associated with that. And a bit more understanding of the basic knowledge of chemistry would naturally take all these to the reactions with ozone, the allotrope of oxygen, the effect of UV rays, the hazards that is creating like skin cancer, നേരത്തെ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ പ്ലാന്റ്സിനെ എഫക്ട് ചെയ്യുന്നത്, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ആ ലെവലിലോട്ട് പോകും. If our discussion goes a bit more advanced, then we may say that chlorine free radicals are very potential ozone depleting substances, and one chlorine free radical itself can kill about a lakh of ozone molecules. And then a bit more advanced version would be saying that due to this ozone depletion, the UV rays from the outer atmosphere will come into the earth, and that is creating all these problems. And then we may link that with skin cancer, genetic damage, difficulties to the immune system, and then problems that happen to the humans as well as animals. And as told by the principal, the things what happens to the agriculture sector and things like that. We also know some associated facts as well. Apart from this, that is, it is observed every year on 16 September, and it has started being observed from 1994. Actually, the World Ozone Day is correctly said as the International Day for the Preservation of Ozone Layer. And the main purpose of this celebration, as we all do, or as we all want to do, is to create awareness of the ozone layer depletion and its hazards. And that awareness is very important. So that is one of the major objectives of celebrating this day. And from 1994 onwards, we have started celebrating this. And in most cases, after 1994, there were maybe from 2002 onwards, the celebrations were theme-based. Every year, the committee members of this particular United Nations program would propose a theme, and the 2021 theme is Ozone for Life, 36 years of ozone layer protection, and the Montreal Protocol keeping us our food and our vaccines cool. But there is much more than this. Merely that it is not just a celebration. It has many perspectives as well. Perspectives എന്ന് പറയുന്നത് പല വീക്ഷണകോണുകളിൽ നിന്ന് നമുക്ക് ഇതിനെ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. There is an environmental perspective, പാരിസ്ഥിതിക, അതേപോലെ പൊളിറ്റിക്കൽ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, എക്കണോമിക് പെർസ്പെക്റ്റീവ് ഉണ്ട്, അതേപോലെ ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇപ്പൊ സോഷ്യൽ പെർസ്പെക്റ്റീവിന്റെ വളരെ നല്ല ഉദാഹരണമാണ് പ്രിൻസിപ്പൽ സാർ നേരത്തെ പറഞ്ഞത്, അല്ലെ? ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇതൊരു സാമൂഹികമായ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം നടന്നേക്കാം, അല്ലെ? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഈ ഓസോൺ ഹോൾ ഡിപ്ലീഷന്റെ ഒരു ഔട്ട്കമായി സംഭവിച്ചാൽ, ഈ പറഞ്ഞതുപോലെ വാട്ടർ ലെവൽ റൈസ് ചെയ്താൽ, സാറ് പറഞ്ഞതുപോലെ 1 മീറ്ററിലധികം അത് റൈസ് ചെയ്താൽ, നമ്മുടെ സ്റ്റേറ്റിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഡിസ്ട്രിക്റ്റ് ആണ് ആലപ്പുഴ. സീ ലെവലിൽ നിന്ന് താഴെയുള്ളത്, അല്ലെ? ആലപ്പുഴ ശരിക്കും ഒരു വണ്ടറാണ്. സീ ലെവലിൽ നിന്ന് താഴെയുള്ള വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. അത് കടലിൽ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണ്? അവർ എങ്ങോട്ട് മാറ്റപ്പെടും? അങ്ങോട്ട് മാറ്റപ്പെടുന്നവരെ അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മുടെ തന്നെ മറ്റു ഡിസ്ട്രിക്റ്റുകൾക്ക് കപ്പാസിറ്റി ഉണ്ടോ?
ഇത് ആലപ്പുഴയുടെ മാത്രം വിഷയമായി നമ്മൾ കാണേണ്ടതില്ല. ആലപ്പുഴ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സിറ്റിയാണ് മുംബൈ. മറ്റൊരുപാട് സിറ്റീസിനെ ഇത് ബാധിക്കുമെങ്കിലും മുംബൈയെ ഇത് ബാധിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതൊരു സാമൂഹിക പശ്ചാത്തലത്തിൽ നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ്. അത് മുംബൈ പോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ് വിട്ട് നമ്മുടെ രാജ്യം വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തിങ്ക് ഓഫ് ലണ്ടൻ, യുണൈറ്റഡ് കിങ്ഡത്തിലെ ലണ്ടൻ ആലോചിച്ച് നോക്കാം. ലണ്ടൻ ഇസ് വൺ ഓഫ് ദി എന്താ പറയുക മോസ്റ്റ് പോപ്പുലർ സിറ്റീസ് ഇൻ ദ വേൾഡ്. ഒരു എല്ലാ രാജ്യങ്ങളുടെയും പ്രാതിനിധ്യമുള്ള ഒരു സിറ്റിയാണ് ലണ്ടൻ. എല്ലാ ബിസിനസ്സുകളുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു പക്ഷേ അവിടെ തന്നെ ആയിരിക്കാം. അങ്ങനെ ഒരു സിറ്റിക്ക് ഇത്തരത്തിലുള്ള ഒരു സീ ലെവൽ റൈസ് കൊണ്ടുണ്ടാകുന്ന ഒരു ഡാമേജും അവർ ഡിസ്പ്ലേസ്ഡ് ആയി പോകുന്ന അവസ്ഥയൊക്കെ വലിയ സാമൂഹിക പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതായിരിക്കും. ഒരു ഏതാനും വർഷം മുമ്പ് മാലി എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പാർലമെന്റ് സമ്മേളനം ഒരിക്കൽ ചേർന്നത് അവരുടെ ഒരു വാട്ടർ ബോഡിയുടെ അടിയിൽ വെച്ച്, കടലിന് താഴെയാണ് അവരത്, കടലിനടിയിൽ ഒരു റൂമിലാണ് ഒരു പ്രാവശ്യം ചേർന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മാലി വുഡ് ബി വൺ ഓഫ് ദി കൺട്രീസ് വിച്ച് വുഡ് ബി ടോട്ടലി വാഷ്ഡ് ഔട്ട്. അവിടെയുള്ള ആൾക്കാർ പലരും ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ അവരുടെ വസ്തുവകൾ വാങ്ങിച്ച് കൂട്ടുകയാണ്. കാര്യം വെച്ചാൽ അവരെ പ്രതീക്ഷിച്ചു കഴിഞ്ഞു. നമ്മളൊരു പക്ഷെ ആ ലെവലിൽ ചിന്തിച്ചു പോകുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ പാരിസ്ഥിതിക പൊളിറ്റിക്കലായിട്ടുള്ള, അതേപോലെ തന്നെ പാരിസ്ഥിതിക രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾക്ക് അപ്പുറത്തൊരു സയൻസിന്റെ ഒരു പെർസ്പെക്റ്റീവും കൂടി ഇതിനകത്തുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കവിടെ ഒരു വളരെ കോൺഷ്യസ് ആയ ഒരു എഫേർട്ട് ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പോ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു, അത് തുടർന്നു പോവുകയാണ്. There was a very conscious effort to address this ozone layer depletion and that resulted in a joint endeavor. അതിന് വഴിവെച്ച ആ ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റച്ചട്ടത്തെ കുറിച്ചാണ് നമ്മുടെ ചർച്ച പുരോഗമിക്കുന്നത്. ദാറ്റ് ഈസ് ആ ഒരു സാഹചര്യം മനസ്സിലാക്കി അവിടെ ഒരു ബോധപൂർവമായ ഒരു അടിസ്ഥാനത്തിൽ വന്ന ഒരു കാര്യങ്ങൾ നീങ്ങിയപ്പോഴാണ് എന്ന് പറഞ്ഞ സ്ഥലം മോൺട്രിയൽ ബാനിങ്ങിനെ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ പോയി കഴിയുമ്പോൾ പല കാര്യങ്ങളിലും ഉണർന്ന്, പക്ഷെ ഇതിൽ വളരെ അതിലും ചില പറയുന്നുണ്ട്. വളരെ സന്തോഷകരമായ സൈൻ ചെയ്ത ട്രീറ്റ് ചെയ്ത ഇനി ഈ സാമ്പകൾ
എന്ത് ധാരാളം കൺവെൻഷൻ അതിൽ വളരെ പ്രധാനപ്പെട്ട 6 മാത്രമേ ഇപ്പോഴും അത്യാവശ്യം രാജ്യങ്ങൾ സൈൻ ചെയ്തിട്ടുള്ളൂ. ഇന്ത്യ പോലും 2 ഇപ്പോഴും സൈൻ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ സാധാരണഗതിയിൽ രാജ്യങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഒരിക്കലും എല്ലാവരുടെയും അഭിപ്രായങ്ങളോട് യോജിച്ചോളണമെന്നില്ല. എങ്കിലും അതിന്റെ അപവാദമാണ് ഈ പറയുന്ന മോൺട്രിയൽ പ്രോട്ടോകോൾ. 197 രാജ്യങ്ങളും ഈ ഒരു കോസിനെ മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഇത് സൈൻ ചെയ്യുന്ന സമയത്ത് ലെസ് ദാൻ 50, ഒരു 40-ൽ താഴെ രാജ്യങ്ങൾ മാത്രമേ അന്ന് ഇതിന് സഹകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ സൈൻ ചെയ്തത് 1992 മറ്റോ ആണ്. അത്രയും ഒരു 4-5 അല്ലെങ്കിൽ മേ ബി ഒരു 10 ഇയേഴ്സിനുള്ളിൽ തന്നെ ഏകദേശം എല്ലാ രാജ്യങ്ങളെയും ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരാനായിട്ട് ഈ ട്രീറ്റിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ സക്സസ്. ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ പറയാൻ ദിസ് ഇസ് എ മോസ്റ്റ് സക്സസ്ഫുൾ ഇന്റർനാഷണൽ ട്രീറ്റി അല്ലെ. ഏറ്റവും വിജയിച്ച ഒരു അല്ലെങ്കിൽ ഏറ്റവും വിജയ ശതമാനം കൂടിയ ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് സക്സസ്ഫുൾ ആയതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞ കാര്യങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പറയാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് മോൺട്രിയൽ പ്രോട്ടോകോൾ പോലെ ഏകദേശം ഈ വിഷയം അല്ലെങ്കിൽ പോലും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ക്യോട്ടോ പ്രോട്ടോകോൾ അറിയാം. ക്യോട്ടോ പ്രോട്ടോകോളിൽ ഇപ്പോഴും എന്ത് വന്നിട്ടില്ല, ഒരു തീരുമാനം എത്തിയിട്ടില്ല. അതൊരു സക്സസ്ഫുൾ ആയ ഒരു ട്രീറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. കുറെ രാജ്യങ്ങൾ സൈൻ ചെയ്യുന്നു, കുറെ പേര് സൈൻ ചെയ്യുന്നില്ല, സൈൻ ചെയ്ത അവസാനം അതിൽ നിന്ന് പിൻവലിയുന്നു. ഇങ്ങനത്തെ വലിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ബട്ട് ദാറ്റ് സോർട്ട് ഓഫ് തിങ്സ് ഹാവ് നെവർ ഹാപ്പൻ ഫോർ ദിസ് പർട്ടിക്കുലർ മോൺട്രിയൽ പ്രോട്ടോകോൾ. ആൻഡ് ദ ബിഗസ്റ്റ് റീസൺ ഫോർ ദ സക്സസ് ഇസ് ഇറ്റ് ആക്ച്വലി ടോൾഡ് തിങ്സ് ഇൻ എ റിയലിസ്റ്റിക് സെൻസ് ഓഫ് വ്യൂ. Okay, one of the important things was that protocol എന്തായിരുന്നു? They want to actually phase out the ozone depleting substances. ഓസോൺ ലെയറിന് ഹാനികരമായ വസ്തുക്കളെ പതുക്കെ അവരുടെ ഉപയോഗത്തിൽ നിന്ന്, അവരുടെ ഉൽപാദനത്തിൽ നിന്ന്, അവരുടെ കൈമാറ്റത്തിൽ നിന്ന് ഒക്കെ പുറത്തു കളയണം എന്ന് ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോയപ്പോൾ അത് വളരെ പ്രോഗ്രസീവായിട്ട് പതുക്കെ മതി എന്ന് ചിന്തിച്ചു. 2040 മതി ചില സാധനങ്ങളുടെ ഫേസ് ഔട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് അതിനെ കണ്ടത്. രാഷ്ട്രങ്ങളുടെ സാമൂഹിക അതേപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വശങ്ങളെ അല്ലെങ്കിൽ അതിന് ആ ഭാഗങ്ങളെ വലിയ രീതിയിൽ ബാധിക്കാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് അവർ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചത്. അത് ശരിക്കും വിജയമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ടു സിഗ്നിഫിക്കന്റ് എക്സ്റ്റെന്റ് ഇറ്റ് ഇസ് സക്സസ്ഫുൾ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. മോൺട്രിയൽ പ്രോട്ടോകോൾ ഇല്ലാതെ ഇരുന്നെങ്കിൽ ആ പിക്ചറിനകത്ത് കാണുന്നത് പോലെ, വലത്തുവശത്ത് കാണുന്ന പോലെ ഓസോൺ കോൺസെൻട്രേഷൻ തീരെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട ഒരു ശാസ്ത്രവശമുണ്ടോ നമുക്ക് പിന്നീട് നോക്കാം. ഈ സക്സസ് എന്ന് പറയുന്ന ഭാഗത്തിന് വലിയൊരു മോട്ടിവേഷൻ ഉണ്ട്. സക്സസ്ഫുൾ ആയ എല്ലാ കാര്യങ്ങളും നമ്മളെ വലിയ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യും അല്ലെ. ശരിക്കും 1974 US കെമിസ്റ്റുകൾ എന്ത് ചെയ്തു പറഞ്ഞു, ഈ പറയുന്ന CFC എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ട്, ദാറ്റ് ഇസ് ഡിസ്ട്രോയിങ് ദി ഓസോൺ ലെയർ എന്ന് പറഞ്ഞൊരു ഹിന്റ് കൊടുക്കുകയും അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, യൂറോപ്പിലെയും അമേരിക്കയിലെയും സയന്റിസ്റ്റുകൾ കുറേയേറെ ഗവേഷണങ്ങൾ നടത്തി കുറെ ഇൻഫർമേഷൻസ്, കുറെ സയന്റിഫിക് ഫാക്ട്സ് പ്രൂവ് ആക്കി കൊടുത്തപ്പോഴത്തേക്ക് അതിനകത്തുള്ളൊരു സത്യം വലിയ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ആൾക്കാർക്ക് മനസ്സിലായി. അങ്ങനെയാണ് വിയന്ന കൺവെൻഷൻ 85 വരുന്നതും പിന്നെ 87 മോൺട്രിയൽ പ്രോട്ടോകോൾ സൈൻ ചെയ്യപ്പെടുന്നതും പിന്നെ അതിനെ ഗ്രീൻ ഹൗസ് മാനേജ്മെന്റും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ കുറേയേറെ കമ്മിറ്റികളൊക്കെ രൂപീകരിക്കുന്നതും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു 1991 ക്ലോറോഫ്ലോറോ കാർബൺസിന്റെ ഫേസ് ഔട്ട് ആരംഭിക്കുകയാണ്. 1991 ക്ലോറോഫ്ലോറോ കാർബൺസ് ഫേസ് ഔട്ട് ചെയ്യുമ്പോൾ പകരം സാധനത്തെ കൊടുക്കാം. അന്ന് കൊടുത്ത പകരം ഉപയോഗിക്കാമെന്ന് പറഞ്ഞ ഒരു സാധനമായിരുന്നു ഹൈഡ്രോക്ലോറോഫ്ലോറോ കാർബൺസ്. ഹൈഡ്രോക്ലോറോഫ്ലോറോ കാർബൺസും ഫേസ് ഔട്ട് ചെയ്യപ്പെടുന്ന സ്റ്റേജിലാണ്. 1996 തുടങ്ങി ഡെവലപ്ഡ് കൺട്രീസ് ഇനി 2030 ഇനി ഒരു 9 വർഷത്തിനുള്ളിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ് 2040 അതിനെ ഫേസ് ഔട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഫേസ് ഔട്ടിന്റെ ഒരു ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു സമയം എത്തുമ്പോഴത്തേക്ക് ഫ്രീസിംഗ് നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഉത്പാദനം ഉണ്ടാവില്ല. ഉള്ള സാധനങ്ങളെ നമുക്ക് കൈമാറ്റം ചെയ്യാനേ പറ്റുള്ളൂ. അവസാനം അതും എന്ത് ചെയ്യും, അവസാനിക്കപ്പെട്ട് പോകും. ഇതാണ് അതിന്റെ ഒരു സാഹചര്യം. അപ്പൊ ഈ ഓസോൺ ലെയറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് ഈ ഓസോൺ ലെയറിന്റെ തിക്നെസ്സിനെ കുറിച്ച് നമുക്ക് ഉണ്ടാകുന്ന ഒരു ധാരണ. ഓസോൺ ലെയറിനെ എന്തിന്റെ രീതിയിൽ കണക്കാക്കിയെടുക്കും?
അതിനൊരു യൂണിറ്റ് വേണം. അങ്ങനെ ഒരു യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഓസോൺ മോളിക്യൂൾസ് ദാറ്റ് ഇസ് റിക്വയർഡ് ടു ക്രിയേറ്റ് എ 0.01 millimeter thick layer of pure ozone. 0.01 millimeter കനമുള്ള പ്യുവർ ഓസോൺ കൊണ്ടുണ്ടാക്കിയ ഒരു പാളി ഉണ്ടാക്കാൻ എത്ര ഓസോൺ മോളിക്യൂളുകൾ ആവശ്യമുണ്ട്? 0 ഡിഗ്രി സെൽഷ്യസിലും ഒരു അറ്റ്മോസ്ഫിയർ പ്രഷറിലും എത്ര മോളിക്യൂൾസ് ആവശ്യമുണ്ട്? അതാണ് ഒരു ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി? സാധാരണഗതിയിൽ ഒരു ഗ്ലോബൽ ആവറേജ് ഓഫ് ഓസോൺ എന്ന് പറയുന്നത് 300 ഡോപ്സൺ യൂണിറ്റ് ആണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 3 millimeter കനമുള്ള ഒരു ഓസോൺ പാളിയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കാം, 3 millimeter കനമുള്ള ഓസോൺ പാളി എന്ന് പറയുമ്പോൾ അത് എത്ര ചെറുതാണ് എന്ന് നമുക്ക് ആലോചിക്കണം. ഓക്കെ, ഈ ഒരു പാളിയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നത്. 3 millimeter തിക്നെസ് ഉള്ള ഒരു ഷീറ്റിന് എത്ര പെട്ടെന്ന് ഡാമേജ് സംഭവിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ എക്സാക്ട്ലി ആ രീതിയിലൊന്നും കണക്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്. എങ്കിൽ പോലും അത്രയും എളുപ്പമാണ് ഇതിന് ഡാമേജ് സംഭവിക്കാൻ. അതുകൊണ്ട് തന്നെ ഹോൾ ഇല്ലാത്ത ഒരു ഹോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഉണ്ടായി വരും. ഹോൾ നമ്മൾ പറയുമ്പോൾ സാങ്കേതികമായ ഹോൾ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ശരിക്കും അവിടെ വളരെ കനം കുറഞ്ഞ അല്ലെങ്കിൽ ഓസോൺ ഡെൻസിറ്റി വളരെ കുറഞ്ഞ ഒരു ലെയർ നമുക്ക് അവിടെ ഉണ്ടായി വരിക. അപ്പോൾ ഓസോൺ ഹോൾ ഉള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ ആവറേജ് തിക്നെസ് ഇതിന്റെ 3-1 ഉള്ളൂ, 1 millimeter ഉള്ളൂ. ഈ ഒരു ഓസോൺ ലെയറിന്റെ കനത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി അത് ഒരു ബോധ്യപ്പെടുമായിരിക്കും. നമ്മുടെ ലോകത്തുള്ള മുഴുവൻ ഗ്യാസസ് എടുത്തിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള മുഴുവൻ ഗ്യാസസും എടുത്ത് ഈ പറഞ്ഞതുപോലെ കംപ്രസ് ചെയ്ത് ലെയർ ആക്കാൻ ശ്രമിച്ചാൽ അതെല്ലാം കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഗ്യാസ് ലെയറിന്റെ കനം എന്ന് പറയുന്നത് 8 kilometer ആണ്. എല്ലാ ഗ്യാസസും കൂടി എടുത്ത് ഒരുമിച്ച് ചേർത്ത് ഇത്തരത്തിലുള്ള 0 ഡിഗ്രി സെൽഷ്യസ് 1 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ഒരു ഗ്യാസ് കോളം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഹാവ് എ തിക്നെസ് ഓഫ് 8 kilometers. ഓസോൺ അത്തരത്തിൽ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന പരമാവധി തിക്നെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് 3 millimeter ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 8 kilometer ഇവിടെ കിടക്കുന്നു, 3 millimeter അവിടെ കിടക്കുന്നുണ്ട്. എത്രമാത്രം ഫ്രജൈലായ ഒരു സാധനമാണ് ഈ ഓസോൺ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇത് ശരിക്കും ഈ വർക്ക് വളരെ 1974 തുടങ്ങി അവരെ പിന്നീട് നൊബൽ പ്രൈസ് കൊടുത്ത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്രയും ഇമ്പോർട്ടന്റ് ആയ മനുഷ്യരാശിയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഗവേഷണമാണ് അല്ലെങ്കിൽ ഒരു ഗവേഷണ മേഖലയാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് എന്ന് നമ്മൾ ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതില് നമ്മൾ എന്താ പറയുക, why do we celebrate this ozone day? Why do we celebrate it? That's a big question. Why do we celebrate ozone day? പല കാരണങ്ങളുണ്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ. പ്രൈമറിലി ദാറ്റ് ഇസ് ടു ക്രിയേറ്റ് ദി അവയർനെസ് ഓഫ് ദി ഡിപ്ലീഷൻ ലെയർ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നത്, എലക്യൂഷൻ കോമ്പറ്റീഷൻസ് നടക്കുന്നത്, പോസ്റ്റർ പ്രദർശനങ്ങൾ നടക്കുന്നത്, രാജ്യങ്ങൾ സ്റ്റാമ്പ്സ് റിലീസ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയർനെസ്സോടുകൂടി മാത്രമേ ഈ കാര്യത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റൂ. അല്ലെങ്കിൽ ഇത് കുറച്ച് ആൾക്കാരുടെ മാത്രം ബിസിനസ് ആയിട്ട് മാറും. സംടൈംസ് ഇറ്റ് വുഡ് ബി ദ ബിസിനസ് ഓഫ് ജസ്റ്റ് ദ സയന്റിസ്റ്റ് ഓർ ദി പോളിസി മേക്കേഴ്സ് ഓർ ദി പൊളിറ്റീഷ്യൻസ്. ഇറ്റ് മേ നോട്ട് ബി എൻ ഇഷ്യൂ ഓഫ്. അങ്ങനെ വരേണ്ട രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഇത് എന്ന് ഓർക്കണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓസോൺ ലെയർ ഡിപ്ലീറ്റിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ തന്നെ വീടുകളിൽ ആസ്മയുള്ള ഒരു കുട്ടിയുണ്ട് എന്ന് കരുതുക. ആസ്മയുള്ള കുട്ടികൾ സാധാരണ ഇൻഹേലേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ആ ഇൻഹേലറിനകത്ത് ആ ഒരു കാരിയിങ് ഏജന്റ് വേണ്ടി വരും. ആ കാരിയിങ് ഏജന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓസോൺ ലെയർ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സാധനം ഉപയോഗിക്കാതിരിക്കാൻ പറ്റൂ? ഇല്ല. പക്ഷെ നമുക്ക് അതിനെ വളരെ കോൺഷ്യസ് ആയിട്ട് എന്ത് ഉപയോഗിക്കാം? സയന്റിസ്റ്റുകളുടെ സഹായത്തോടുകൂടി ഈ ഒരു കാരിയറിനെ നമുക്ക് മാറ്റി പുതിയൊന്ന് കണ്ടെത്താം. അങ്ങനെയുള്ള മെറ്റീരിയൽസ് മാത്രമേ നമ്മൾ വാങ്ങൂ എന്ന് നമുക്ക് ശരിക്കാം. നേരത്തെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞതുപോലെ പ്രാക്ടിക്കലിന്റെ ഭാഗമായി ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്യുന്ന ഒരു വസ്തു ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി പുതിയൊരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ അത്രയും ക്ലോറിൻ പ്രസൻസ് നൽകാത്ത മറ്റൊരു കെമിക്കൽ വേണമെന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു തീരുമാനമെടുക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ പ്രൈമറിലി വി ഹാവ് ടു ഗെറ്റ് സം സോർട്ട് ഓഫ് അവയർനെസ് ആൻഡ് വി ഹാവ് ടു സ്പ്രെഡ് ദിസ് മെസ്സേജ് ടു ഓൾ. നോബഡി comes straight by learning all these things. Okay, and that is the reason why we have theme-based programs. And then another important reason for celebrating is the sharing of tools. Sharing of tools എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ പറഞ്ഞ ആ ഒരു എക്സാമ്പിളുകളിൽ നിന്ന് കുറച്ചുകൂടെ വലിയൊരു ഇതാണ്. ഷെയറിംഗ് ഓഫ് ടൂൾസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഓസോൺ ലെയർ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങളെ, അതിന്റെ ഡേറ്റ സൂക്ഷിക്കുന്ന സൗകര്യങ്ങളെ അല്ലെങ്കിൽ ഡേറ്റ സൂക്ഷിക്കുന്ന പ്രോഗ്രാംസ്, ഈ കാര്യങ്ങളെല്ലാം ഡെലിബറേറ്റ് എഫേർട്സിൽ പല ആൾക്കാരും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മറ്റാൾക്കാർ അറിയണ്ടേ? അതൊക്കെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസും അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള ദിവസം സെലിബ്രേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും സഹായിക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഇൻ മോസ്റ്റ് കേസസ് ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്സ് ദാറ്റ് ഹാപ്പൻസ് നൗഡേയ്സ്, ദാറ്റ് ഇസ് വി ഓഫൻ ഷെയർ ദ ബെസ്റ്റ് പ്രാക്ടീസസ്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നാളെ മറ്റുള്ളവർ കോപ്പി ചെയ്യുകയും അത് വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളത് അവിടെ പ്രസക്തമാണ്. അതേപോലെ when it comes to the scientific aspect, there should be some sort of basic knowledge, basic information that should be available to everyone connected with the different aspects of ozone regulations. അല്ലെ, ശാസ്ത്ര കാര്യങ്ങൾ പറയണം,
അതേപോലെ അത് നേരത്തെ പറഞ്ഞ പെർസ്പെക്ടീവ്സ് ആയിട്ട് നോക്കിയാൽ സാമൂഹികമായും രാഷ്ട്രീയമായും എങ്ങനെ ബാധിക്കുമെന്നൊക്കെ നോക്കണം. അപ്പൊ പോളിസി മേക്കേഴ്സിനും ഒഫീഷ്യൽസിനും ഒക്കെ ദേ നീഡ് ടു ഗെറ്റ് സം സോർട്ട് ഓഫ് ബേസിക് നോളജ് out of this. So such sort of celebrations would help in that. നമുക്ക് ഓസോൺ ഡേയുടെ സെലിബ്രേഷൻസ് വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പെർസ്പെക്ടീവ്സിനെയും വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് പറഞ്ഞു പോകാൻ സാധിക്കില്ല. വി ജസ്റ്റ് ക്യാൻ മൂവ് ഓൺലി ത്രൂ ദ പെരിഫറി ടു ഗെറ്റ് എ പെരിഫറൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വാട്ട് ദിസ് ഇസ്, ആൻഡ് വി ഹാവ് ടു സെർച്ച് മോർ ടു ആക്ച്വലി ഗെറ്റ് ദി ഫൈനൽ ഡീറ്റെയിൽസ് ഓഫ് ദ ടോപ്പിക്. And then one of the importance is to promote that alternatives to the ozone depleting substances. Actually, seminars like this, they will portray and convince the scientific aspect of the alternatives. And the best thing that is happening out of this is people get aware of what are the clean and green technologies available for this particular area of, this particular problem. ശരിക്കും പറഞ്ഞാൽ ഓൾ ടുഗദർ ഇറ്റ് ഇസ് എ വെരി ജോയിന്റ് എൻഡവർ. എല്ലാവരും കൂടെ കൂടിച്ചേർന്നുള്ള ഒരു ഇതായിട്ട് പറ്റുള്ളൂ. ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള എഫേർട്സ് സക്സസ്ഫുൾ ആവില്ല എന്നുള്ളൊരു ബോധ്യം വളരെ കൃത്യമായി ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു പ്രോട്ടോകോൾ കൂടിയാണ് ഇതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ആൻഡ് ആഫ്റ്റർ ഓൾ ദിസ് ഇസ് എ പവർഫുൾ ടൂൾ ഓഫ് അഡ്വക്കേസി അല്ലേ. നമ്മൾ മനസ്സിലുദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടോളണമെന്നില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു വിഷയം കൂടിയാണിത്. ഇതുണ്ടാക്കുന്ന ഇമ്പാക്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ധാരണയുണ്ടാവും അല്ലെ. വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ധാരണയുണ്ടാവും. പോളിസി മേക്കേഴ്സിന് വളരെ കൃത്യമായ ധാരണ പിൻ പോയിന്റ് ചെയ്ത് പറയാനും പറ്റും. ഇത്തരം ധാരണകളെല്ലാം എന്ത് ചെയ്യാൻ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇത്തരം ദിവസങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത ആണ്. ഓക്കെ, നിങ്ങൾ തന്നെ ഇതിന്റെ ഭാഗമായി ഒരു എലക്യൂഷൻ കോമ്പറ്റീഷൻ നടത്തുന്നു, പോസ്റ്റർ കോമ്പറ്റീഷൻ നടത്തുന്നു. ഈ പോസ്റ്റർ കോമ്പറ്റീഷനൊക്കെ അവിടെയൊക്കെ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയർനെസ് ഇസ് എവരിതിങ്. ഈ ഒരു പിക്ചർ, ഒരു ബട്ടർഫ്ലൈ വന്ന് നമ്മുടെ ഭൂമിയിൽ വന്ന് തൊട്ടിരിക്കുന്നു എന്നുള്ളൊരു പിക്ചർ, അത് എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് അല്ലെ. അത്രയും സ്നേഹത്തോടുകൂടി വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ കൈക്കുമ്പിൽ കൊണ്ടു നടക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഭൂമി എന്നുള്ള ഒരു ആസ്പെക്ട് പറയാൻ ആ ഒരു പിക്ചർ സഹായിക്കും. അത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ ആണ് ഈ ഡേയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ സെമിനാർ അതിനകത്തൊരു അഡീഷൻ ആണ്. ഈ കാര്യം ബോധ്യപ്പെടുത്താൻ നമ്മൾ നടത്തിയ ഒരു കൊച്ചു ശ്രമം. അത് എന്ന് നടത്തി എന്നുള്ളതിനകത്ത് വലിയൊരു വിഷയമൊന്നുമില്ല. നേരത്തെ ആരോ പറഞ്ഞതുപോലെ വൈകിപ്പോകുന്നത് വലിയൊരു വിഷയമല്ല, എന്ന് വേണമെങ്കിൽ നടത്താം. ഇനി വൈകിന്ന് തന്നെ കരുതുക, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ. അപ്പൊ ഒരു 5 ദിവസം വൈകി എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ആ ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ കാര്യം പറ്റി എന്നുള്ളത് വലിയൊരു ആസ്പെക്ട് ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എത്ര നേരം പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പിക്ചർ കൊടുത്താൽ മനസ്സിലാവും അല്ലേ. ഫോർ എക്സാമ്പിൾ സംതിങ് ഓഫ് ദിസ്, നമുക്ക് മാത്രമുള്ളതാണോ ഈ ഭൂമിയുടെ ഭാവി എന്നുള്ളത് ഒരു ചോദ്യമാണ്. നമ്മളും നമ്മുടെ മക്കളും അവരുടെ മക്കളും എത്രയോ തലമുറകൾക്ക് അനുഭവിക്കേണ്ട സാധനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമ്മൾ ചിലപ്പോൾ മണിക്കൂറുകൾ നീണ്ടു പറഞ്ഞു കഴിഞ്ഞാലും ഒരു പക്ഷേ കൃത്യമായ രീതിയിൽ ഇത് ആ ചെവികളിലേക്ക് എത്തണമെന്നില്ല. മറിച്ച് ഇത്തരത്തിലുള്ള ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ ആ ഒരു ത്രെറ്റ് എന്ത് ചെയ്യപ്പെടും, വളരെ വേഗം തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അത് പല രീതിയിൽ വളരെ സാങ്കേതികമായി മികച്ച രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നതും കുഞ്ഞുങ്ങൾ അവരുടേതായ രീതിയിൽ വരച്ച് അവതരിപ്പിക്കപ്പെടുമ്പോഴും എല്ലാം ആക്ച്വലി എല്ലാ തട്ടുകളിലും ഈ ഒരു അവയർനെസ് നമ്മൾ കൊണ്ട് എത്തിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇതിനെ എന്താ പറയാ, കമ്മമറേറ്റ് ചെയ്യാനായിട്ട് പല രാജ്യങ്ങളും അവരുടെ സ്റ്റാമ്പ്സ് ഒക്കെ ഇറക്കുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും അവയർനെസ് എന്ന് പറയുന്ന ആസ്പെക്ടിനെ വളരെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം ഇതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതിലൊന്ന്, ഇസ് ദെയർ എനി ചേഞ്ച്? ഇതൊക്കെ ചെയ്തു, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതിൽ ഒന്നാമത്തത്, രാജ്യങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിനെ നമുക്ക് ഒഴിവാക്കാമെന്ന് പറഞ്ഞ അങ്ങനെ ഒരു തീരുമാനമെടുത്ത 1987 മുതൽ ഇന്ന് വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഗ്രാജുവലായ ഒരു ചേഞ്ച്. തുടക്കത്തിലൊക്കെ ചിലപ്പോൾ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരും. പിന്നെ അവസാനം അത് ഇല്ലാണ്ടായി ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് തന്നെ എന്ത് ചെയ്യും, അത് എത്തിച്ചേരും. ആ ഒരു കൺട്രോൾ യഥാർത്ഥത്തിൽ എന്തിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്? ഈ ഓസോൺ ഹോളിന്റെ റീപ്ലെനിഷ്മെന്റിന് സഹായിച്ചിട്ടുണ്ട്. തിരിച്ച് 1980-കളിലെ ലെവലിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. ഈ ഓസോൺ ലെയർ ഹോള് അല്ലെങ്കിൽ ഓസോൺ ലെയറിലെ ഹോള് ഫില്ല് ചെയ്ത് പോയത് കൊണ്ട് മാത്രം സയന്റിസ്റ്റ് പറയുന്നത് ഈ നൂറ്റാണ്ടിൽ 0.4 ഡിഗ്രി സെൽഷ്യസ് കൂടാവുന്ന ഒരു സാഹചര്യം നമ്മൾ കുറച്ചു, അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗിന്റെ ഭാഗമായി ടെമ്പറേച്ചർ കൂടുന്നത് 0.4 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് ഇതിന്റെ ഒരു വസ്തുതയാണ്. അപ്പൊ ശരിക്കും ഇറ്റ് ഇസ് വർക്കിംഗ്. ദർ ഇസ് ആക്ച്വലി എ സീ ഓഫ് ചേഞ്ചസ് ഹാപ്പനിങ്. ബട്ട് ഒരു കാര്യം ഓർക്കുക, ക്ലോറിൻ എന്ന് പറയുന്ന ഫ്രീ റാഡിക്കലാണ് ഇതിനകത്ത് പ്രധാന കൾപ്രിറ്റ് നമ്മൾ പറയുമ്പോൾ ക്ലോറിൻ
ഓൾറെഡി തുറന്നു വിട്ട കുറെ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. ഈ ക്ലോറിൻ വെറുതെ എപ്പോഴും കയറി പ്രശ്നമൊന്നും അത് ഉണ്ടാക്കുന്നില്ല. ക്ലോറിൻ പലപ്പോഴും ട്രാപ്പ് ആയപ്പെട്ട അവസ്ഥകളിലായിരിക്കും ഇരിക്കുന്നത്. അത് ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്തു പോകും, ഡിപ്പെൻഡിങ് ഓൺ ദി വെതർ കണ്ടീഷൻസ് ഇറ്റ് ഗെറ്റ്സ് exposed to the ozone. When it makes it exposed to ozone, what happens is that there happens some sort of depletion. പക്ഷെ അത് നടക്കുന്നത് ഇന്നാണോ നാളെയാണോ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു ത്രെറ്റ് കുറച്ചു കാലമൊക്കെ ഉണ്ടാവും. അത് പക്ഷെ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്ത് പോകും, അതൊക്കെ അത് വീണ്ടും പഴയ ലെവലിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. അതിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇതില് ഈ ഒരു ചേഞ്ച് വളരെ കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. There are agencies dedicated for this particular purpose. അവർക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല. അവരുടെ പ്രധാനപ്പെട്ട ജോലി, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിലെ ചില സ്ഥാപനങ്ങളുണ്ട്, അവർക്ക് ഈ ഒരു ഓസോൺ ലെയറിന് ഉണ്ടാകുന്ന ഡാമേജ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായി ദിവസം പ്രതി മിനിറ്റ് വെച്ച് അവർ എന്ത് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. ഈ പിക്ചർ അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഓസോൺ ഹോൾ എന്ന് പറയുന്നത് എങ്ങനെ വേരി ചെയ്യുന്നു ഓരോ ദിവസം. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 5 ദിവസത്തെ ഗ്യാപ്പുകളിൽ കാണിച്ചിരിക്കുന്ന പിക്ചേഴ്സ് ആണിത്. ഓസോൺ ഹോൾ എന്ന് ശരിക്കും ആ ഹോൾ എന്ന് പറയുന്ന ബ്ലൂ ആണ് കേട്ടോ. ഓസോണിന്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലങ്ങൾ ആ റെഡും യെല്ലോയുമായിട്ട് കാണിക്കുന്നതാണ്. എങ്ങനെയാണ് അത് വേരി ചെയ്യുന്നതെന്ന് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഓരോ ദിവസത്തിന്റെ വ്യതിയാനങ്ങൾ അനുസരിച്ച് വലിയ ഡിഫറൻസസ് വരും. അതൊരു എയർ കോളം ആയതുകൊണ്ട് there would be differences, but still നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീസണബിൾ ജഡ്ജ്മെന്റ് റിഗാർഡിംഗ് വാട്ട് ഇസ് ദി ലെവൽ ഓഫ് ഓസോൺ ഡിപ്ലീഷൻ ഇസ് വാട്ട് ഇസ് ലെവൽ ഓഫ് ഓസോൺ ഡിപ്ലീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, atmosphere.copernicus.eu. യൂറോപ്യൻ യൂണിയൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും ഓരോ 5 മിനിറ്റിന്റെ ഗ്യാപ്പിൽ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ഡേറ്റ വൈസ് സാറ്റലൈറ്റ് മാപ്പിംഗിന്റെ സഹായത്തോടു കൂടി അവർ പഠിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ വളരെ സീരിയസ് ആയി നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവുകയും അതേപോലെ ആ ഒരു മെസ്സേജ് കൈമാറാൻ പറ്റുന്ന മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാവുകയും അതിനകത്ത് നമ്മൾ അധ്യാപകർ പെടുന്നുണ്ട്, വിദ്യാർത്ഥികൾ പെടുന്നുണ്ട്, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒഫീഷ്യൽസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് വരുന്നുണ്ട്. ഇവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടുപോകാം. ഇതൊക്കെ ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ പേടിക്കുന്ന പലതരം പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ വീണ്ടും ആവർത്തിക്കേണ്ട കേസില്ല. ഒരു പ്രശ്നം നേരത്തെ നമ്മൾ പറഞ്ഞു, ഗ്ലോബൽ വാർമിംഗിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരു വിഷയം. 2, ഈ റേഡിയേഷൻസ് എന്ന് പറയുന്നത് വളരെ ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ്. ദാറ്റ് ഇസ് ഗോയിങ് ടു ക്രിയേറ്റ് സോ മച്ച് ഓഫ് ഇഷ്യൂസ്, അല്ലെ? അത് മനുഷ്യരിൽ ക്യാൻസർ ഉണ്ടാക്കാം, മനുഷ്യരിൽ ജനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടാക്കാം, കൃഷിയെ ബാധിക്കാം, കൃഷികളുടെ പ്രൊഡക്ടിവിറ്റിയുടെ രീതിയെ തന്നെ ബാധിക്കാം. ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇതിനെല്ലാം നമുക്ക് വേണ്ട സൊല്യൂഷൻസ് നൽകണമെന്നുണ്ടെങ്കിൽ ഒരു ജോയിന്റ് ആയിട്ടുള്ള എൻഡവർ ഉണ്ടായാലേ പറ്റുള്ളൂ. അതിൽ നമ്മളും ഒരു ഭാഗമാണ് എന്നുള്ളൊരു തെളിവുകളാണ് ഇത്തരത്തിലുള്ള പോസ്റ്റർ മേക്കിംഗും സെമിനാർസും ഒക്കെ വരുന്നത്. Actually, what are these ozone depleting substances? They are a group of compounds which come under the category of chlorofluorocarbons or other chlorine containing compounds. പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലോറോഫ്ലോറോകാർബൺസ് ഉണ്ട്, ഹാലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫയർ എക്സ്റ്റിങ്ഷനകത്ത് ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. അതേപോലെ മീഥൈൽ ക്ലോറോഫോം ഉണ്ട്. There are a number of compounds. നൈട്രസ് ഓക്സൈഡും ശരിക്കും പറഞ്ഞാൽ ഒരു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആണ്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് actually included under the Montreal Protocol. കാര്യം എന്താണെന്ന് വെച്ചാൽ നൈട്രസ് ഓക്സൈഡിന് വേറെ ചില ആസ്പെക്ട്സ് ഉണ്ട്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി മറ്റുമൊക്കെ ആയിട്ട് വരുമ്പോൾ അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാമ്പത്തിക പശ്ചാത്തലം അതിന് വേറെയുണ്ട്. തൽക്കാലം നൈട്രസ് ഓക്സൈഡ് അതിനകത്ത് വരുന്നില്ല. ഫോർ ദ ടൈം ബീയിങ് എവ്രിവൺ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ റിമൂവിംഗ് the major culprit or the main culprit, that is ക്ലോറിൻ. മാത്രമല്ല ക്ലോറിനും അതേപോലെ തന്നെ ബ്രോമിനും ഇതിനകത്തൊരു പ്രശ്നക്കാരനാണ്. ഫ്ലൂറിൻ ശരിക്കും പറഞ്ഞാൽ ഓസോൺ ലെയർ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് അല്ല, പക്ഷെ ഫ്ലൂറിൻ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനൊക്കെ അതിൻ്റെതായ ഇഷ്യൂസ് വേറെ. ഇങ്ങനത്തെ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിനെ നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ. അതിൽ CFCകൾ എന്ന് പറയുന്നതും ഹൈഡ്രോക്ലോറോഫ്ലോറോകാർബൺസ് എന്ന് പറയുന്നതും നമ്മൾ റെഫ്രിജറേറ്റേഴ്സിലും എയർ കണ്ടീഷണറിലും ഒക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. അതേപോലെ തന്നെ ഹാലോൺസ് എന്ന് പറയുന്നതും ഹൈഡ്രോക്ലോറോഫ്ലോറോകാർബൺസും എന്ത് ചെയ്യുന്നുണ്ട്, ഫയർ എക്സ്റ്റിങ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫയർ എക്സ്റ്റിങ്ഷൻ വേണ്ടാന്ന് വെക്കാനായിട്ട് പറ്റില്ല. അതേപോലെ ഫോമിന്റെ നിർമ്മാണത്തിൽ, എയറോസോൾ പ്രൊപ്പലൻസിൽ ഒരുപാട് സ്ഥലത്ത് റീസെന്റ് ആയ മറ്റൊരു കേസ് പറയുന്നത് നമ്മുടെ ഫ്യൂമിഗേഷൻ എന്ന് പറയുന്നത്. ഫ്യൂമിഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെയിൻ കോമ്പൗണ്ട് മീഥൈൽ ബ്രോമൈഡ് ആണ്. മീഥൈൽ ബ്രോമൈഡ് ഇസ് വൺ ഓഫ് ദി മെയിൻ ഓസോൺ ലെയർ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്, ഓസോൺ ലെയർ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് അവിടെ ഉണ്ട്. ആ സാധനങ്ങളെ നമ്മൾ മാറ്റണം. നമുക്കിത് മാറ്റിയാന്ന് വെച്ചാൽ ക്യാൻ വി ബാൻ ഇറ്റ് ഓൾ ടുഗദർ? ഇറ്റ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്, അല്ലെ? അവിടെ വി ഹാവ് ടു ബ്രിങ് അബൌട്ട് ന്യൂ ഓൾട്ടർനേറ്റീവ്സ്. അത് സിഗ്നിഫിക്കന്റ് ന്യൂ ഓൾട്ടർനേറ്റീവ് പോളിസി എന്ന് പറഞ്ഞൊരു പോളിസി തന്നെ യൂറോപ്യൻ യൂണിയനുണ്ട്. യൂറോപ്യൻ യൂണിയൻ അല്ല, US ഉണ്ട്. അവരുടെ US-ന്റെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പാണ് സ്നാപ്പ് എന്ന് പറയുന്നത്, സിഗ്നിഫിക്കന്റ് ന്യൂ ഓൾട്ടർനേറ്റീവ് പോളിസി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറോഫ്ലോറോകാർബൺ ഉപയോഗിക്കേണ്ടെങ്കിൽ പകരം എന്ത് ഉപയോഗിക്കണം എന്ന് ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ they provide alternatives. I mean, they actually they are not providing alternatives, they suggest that these are alternatives, അല്ലെ? അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിന്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലും അതേപോലെ ഓക്സിജൻ ഡിപ്ലീറ്റിംഗ് പൊട്ടൻഷ്യലും ഒക്കെ നോക്കി അത് വളരെ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും, അങ്ങനെയല്ല പുതിയ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിനേക്കാളും പ്രശ്നക്കാരനാണെന്ന് വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യും, അതിന്റെ കെമിസ്ട്രി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിനെയും എന്ത് ചെയ്യും, അതിനെ ഡിസ്കാർഡ് ചെയ്യാനും ഒക്കെ ഇങ്ങനെ ഉള്ള ഏജൻസീസ് എന്ത് ചെയ്യുന്നു, സഹായിക്കും. അവിടെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത രണ്ടാൾക്കാരാണ് ഈ പിക്ചറിലുള്ളത്, മരിയോ മൊലീന ആൻഡ് ഷെർവുഡ് റോളന്റ്. ഈ രണ്ടുപേരുമാണ് 1974 ഇങ്ങനെ ഒരു ഓസോൺ ഹോൾ ഉണ്ടാവാനുള്ള സാധ്യത ക്ലോറോഫ്ലോറോ കാർബൺസ് ഉണ്ടാക്കുന്നുണ്ടെന്നും സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോണും അവിടെ ചെല്ലുന്ന ക്ലോറോഫ്ലോറോ കാർബൺസ് വെതർ കണ്ടീഷൻസ് അനുസരിച്ച് വെതർ കണ്ടീഷൻസിനെ കുറിച്ച് അവർ പറയുന്നില്ല, ഡീകമ്പോസ് ആയ ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് ഇവരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അങ്ങനെ സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോണിന്റെ എമൗണ്ട് കുറയുന്നു എന്നും പറഞ്ഞത് അവരാണ്. പിന്നെ ജിയോഫിസിസ്റ്റുകൾ അന്റാർട്ടിക്കയിൽ ഉള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അന്റാർട്ടിക്കയിലുള്ള ഹോളിനെ കുറിച്ച് കൃത്യമായ ഒരു ഇൻഫർമേഷൻ നൽകുകയും അതാണ് ആൾക്കാരെ കുറെ കൂടെ അലാം ചെയ്യുകയും സ്വാഭാവികമായിട്ട് വിയന്ന കൺവെൻഷൻ കൂടുകയും എന്നിട്ട് മോൺട്രിയൽ പ്രോട്ടോകോളിലേക്ക് അത് എത്തിച്ചേരുകയും ഒക്കെ ചെയ്തത്. ഓക്കെ, ഇതിന് അവരെ റെക്കഗ്നൈസ് ചെയ്തത് 1985 2005 മറ്റോ അവർക്ക് നോബൽ പ്രൈസ് കൊടുത്തു. 2005 നോബൽ പ്രൈസ് കൊടുത്തുകൊണ്ടാണ് ഈ മൊലീനയും ഷെർവുഡ് റോളിനെയൊക്കെ എന്ത് ചെയ്തത്, ആദരിച്ചത്. ഓക്കെ, നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച. നമുക്കിതെല്ലാം ഒറ്റയടിക്ക് മാറ്റാൻ സാധിക്കത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും വളരെ എഫിഷ്യന്റ് ആണ്. ഈ അലാം അല്ലെങ്കിൽ ഈ അലേർട്ടുകളുടെയൊക്കെ ആസ്പെക്ട് കൊണ്ട് നമുക്കിത് മാറ്റണമെന്ന് വിചാരിച്ചാലും പകരം ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് കൊടുത്താലേ പറ്റുള്ളൂ. അതില് മീഥൈൽ ബ്രോമൈഡും അതേപോലെ ഹാലോൺ. ഈ ഹാലോൺ എന്ന് പറയുന്ന ഫയർ എക്സ്റ്റിങ്വിഷന്റെ മറ്റൊരു പ്രത്യേകത, വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസസിൽ ചെറിയ സ്ഥലങ്ങളിൽ ഫയർ എക്സ്റ്റിങ്വിഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ഫയർ എക്സ്റ്റിങ്വിഷൻ ഏജൻസ് ഒന്നും പറ്റില്ല. അവിടെ നമുക്ക് ആരും വേണ്ടി വരും. ഈ ഹാലോൺ പോലുള്ള ചില ഫ്ലോറിനേറ്റഡ് ക്ലോറിൻ കോമ്പൗണ്ട്സ് ആവശ്യമായിട്ട് വരും. അതേപോലെ ഫ്യൂമിഗേഷൻ, ക്വാറന്റൈൻ ഫ്യൂമിഗേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. മീഥൈൽ ബ്രോമൈഡ് അവിടെ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു റിയാലിറ്റിയാണ്. വി കനോട്ട് ബാൻ ഓൾ ദീസ് ഇൻ എ സിംഗിൾ സ്ട്രെച്ച്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബാൻ ചെയ്യണമെന്ന് കരുതുക. ബാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ there should be some sort of assessment. Some sort of assessment means that should be regularly monitored. There should be some agency dedicated for doing these things. അപ്പം അതെങ്ങനെ സംഭവിക്കും? അതാണ്, there are some sort of assessing agencies for that. അത് അസസ് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങൾ അസസ് ചെയ്യാൻ ഇന്ന ആൾക്കാർ വേണം. അതേപോലെ ഈ ഒരു റേറ്റിലാണ് ഇതിനെ ബാൻ ചെയ്യിച്ച് കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് എന്ത് നമ്മുടെ ഒരു all those as a part of policy. It is compiled in the form of a handbook, the handbook for the Montreal Protocol on ozone depleting substances. അവിടെ ശരിക്കും ഇത് വായിച്ച് നമുക്കൊരു ചെറിയൊരു സമയം കൊണ്ട് വായിച്ചെടുക്കാൻ പറ്റും. ജസ്റ്റ് ആസ് എ റെഫറൻസ് ഹാൻഡ് ബുക്ക് 10,000-ത്തിനടുത്ത് പേജുകളുള്ള വളരെ ബൃഹത്തായ ഒരു പുസ്തകമാണിത്. അത് ശരിക്കും നൽകുന്ന ഡേറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടത്, എങ്ങനെ മാറ്റണമെന്ന് വെൽ പ്ലാൻഡ് ആയിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. സക്സസ് ഓഫ് ദിസ് പ്രോഗ്രാം ഇസ് ദാറ്റ് വാസ് റിയലിസ്റ്റിക്. ഒറ്റയടിക്ക് ഇത് മുഴുവൻ മാറ്റണം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് എല്ലാം ഒറ്റയടിക്ക് ബാൻ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഇതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ അതിന്റെ ഡിപ്പെൻഡൻസിയിൽ നിന്ന് മാറിയിട്ടില്ല. പക്ഷെ ഇവിടെ നോക്കി ഹൈഡ്രോഫ്ലോറോ കാർബൺസ് ഒരു ട്രാൻസിഷൻ പീരീഡിലുള്ള റെഫ്രിജറന്റ്, അത് ബാൻ ചെയ്യേണ്ട സമയമായി. അത് ബാൻ ചെയ്യേണ്ട രീതി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019-2023 ആകുമ്പോഴത്തേക്ക് ലോകത്തുള്ള മുഴുവൻ ഹൈഡ്രോക്ലോറോ കാർബൺസിന്റെ 90% എന്ത് ചെയ്യണം, മാറ്റപ്പെട്ടിരിക്കണം. 24-28 ആകുമ്പോഴത്തേക്ക് 60% മാറ്റപ്പെട്ടിരിക്കണം. 2033 ആകുമ്പോഴത്തേക്ക് 30% ഒഴികെ ബാക്കി എല്ലാം എന്ത് ചെയ്യാം, 30% എത്തിക്കണം. മനസ്സിലായില്ലേ? 2035 ആകുമ്പോഴത്തേക്ക് എന്താ 20% എത്തിക്കണം. എന്ന് വെച്ചാൽ 80% മാറ്റപ്പെട്ടിരിക്കണം. അതിനുശേഷം വരുമ്പോൾ ഒരു 15% ഉള്ള കാര്യങ്ങളെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. പക്ഷെ അപ്പോഴത്തേക്ക് പുതിയ ടെക്നോളജികൾ വരും, മറ്റ് ആസ്പെക്ട്സ് വരും, പുതിയ മോഡിഫിക്കേഷൻസ് സംഭവിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് സ്വാഭാവികമായിട്ടും ഇതൊക്കെ വേണ്ട എന്നുള്ളൊരവസ്ഥ വരും. നമ്മളൊരു കാര്യം ഇക്കൂട്ടത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതിനോട് സഹകരിക്കുന്ന രാജ്യങ്ങൾ എങ്ങനെയാണ് ഇത് നടത്തിയെടുക്കുക. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇന്ത്യ എടുക്കാം. ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോൾ ക്ലോറോഫ്ലോറോ കാർബൺസിനൊക്കെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും നമുക്കതൊരു വലിയ ഇഷ്യൂവേ ആയിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങളെല്ലാം പോപ്പുലർ ആയി തുടങ്ങിയ 1960s അത്ര കണ്ട് കൺസംഷൻ ഇന്ത്യക്കകത്ത് ഇല്ലായിരുന്നു. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് ബാനിങ് വാസ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട്. ഓഫ് കോഴ്സ് വി ഹാഡ് തിങ്സ്, ബട്ട് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട് ആസ് ലൈക്ക് USA or some other countries. നമ്മുടെ പല ഇൻഡസ്ട്രീസും ഇത്തരത്തിൽ റിലേറ്റഡ് ആയ മറ്റ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലതും ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ റെഫ്രിജറേഷൻ ഇൻഡസ്ട്രി, അതേപോലെ ഇൻഹേലേഴ്സ്, ഇതെല്ലാം നമ്മൾ എയറോസോൾസ് ഉപയോഗിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും അതിനെ ബാൻ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനെ ഫേസ് ഔട്ട് ചെയ്യാനും നമുക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ തുടക്ക സമയത്ത് അന്നുണ്ടായിരുന്ന വലിയ കോമ്പണൻസ് അല്ലെങ്കിൽ വലിയ രാജ്യങ്ങളിൽ നമ്മൾ മേടിച്ചെടുത്തിരുന്ന പല ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസുകൾക്കും ബാൻ ചെയ്യാൻ ആദ്യ ഒരു സമയത്ത് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇപ്പോഴും ശരിക്കും യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ബോഡിയുമായിട്ട്
അതിന്റെ സപ്പോർട്ടോടുകൂടി നമ്മൾ ഇത് ഓരോന്നിനെയും ഫേസ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഹൈഡ്രോ ക്ലോറോ ഫ്ലോറോ കാർബൺസിനെ ഫേസ് ഔട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുമായിട്ട് സഹകരിച്ച് ഇന്ത്യ ഗവൺമെന്റ് ചെയ്തത്. അതിലാണ് ഈ പറഞ്ഞ കേസ് പറഞ്ഞത്. ഒറ്റയടിക്ക് നമ്മളത് ഫേസ് ഔട്ട് ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് ഫേസ്ഡ് ഔട്ട് ഇൻ സ്റ്റേജസ് ആൻഡ് ദാറ്റ് വിൽ വൺസ് ബി എ റിയാലിറ്റി. ഇഫ് ഇറ്റ് ഇസ് എ ഡെവലപ്ഡ് കൺട്രി, we would have to, if we were a developed country, we would have to phase out by 2030. But we are a developing country. We have time up to 2040 വരെ അത് കൊണ്ടുപോകും. Now, who does all these assessments? The assessment is done by some parties like the Technology and Economic Assessment Panel, the Scientific Assessment Panel, and the Environmental Effects Assessment Panel. ഈ പറഞ്ഞതെല്ലാം ഇതിന് പുറമെ എന്തുകൊണ്ടുണ്ട്, ഈ മോൺട്രിയൽ പ്രോട്ടോകോളിൽ സൈൻ ചെയ്ത എല്ലാ രാജ്യങ്ങളും അവർക്ക് അഡ്വൈസറി ബോഡീസ് ഉണ്ട്. അഡ്വൈസറി ബോഡീസും ഇതിനകത്ത് വലിയ രീതിയിൽ സഹായിക്കുന്നു. ഇന്ത്യയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഏജൻസിയാണ് എന്താ നിങ്ങൾക്കറിയാമോ, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ MOEF. അവർ ഈ കാര്യം ഇന്ത്യയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നു. ഈ അസസ്മെന്റ് പാനലുകൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവരെ വേണം എന്ത് ചെയ്യണം, ഓരോ ഫേസ് ഔട്ടിന്റെ സ്ഥിതിഗതികൾ എത്രയായി, എത്ര അതിന്റെ പ്രോഗ്രസ് എന്തായി, ടു വാട്ട് എക്സ്റ്റെന്റ് ഇറ്റ് ഇസ് സക്സസ്ഫുൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കെന്നല്ല ഈ പറഞ്ഞ ഏജൻസിയെ എന്ത് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാം. അതേപോലെ ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് വേണം. ആ ടെക്നോളജികൾ എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള ടെക്നോളജിക്കൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പകരം ഓൾട്ടർനേറ്റീവ്സിന്റെ സാങ്കേതിക സഹായം ഒക്കെ നൽകേണ്ടതാണ് TEAP എന്ന് പറഞ്ഞ സംഘടന. സയന്റിഫിക് assessment panel actually in the end they assess the status of the depletion of ozone layer and also make us aware of what are the relevant science issues. They help in policy making and things like that. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വം ഇങ്ങനെ നടന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആൻഡ് വി ആർ ഓൾമോസ്റ്റ് ഹീലിംഗ് ഇറ്റ്. ആ ഹീലിംഗിൽ ഒരു കാര്യം മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നു. ഹീലിംഗ് ഇസ് നോട്ട് എ സിംഗിൾ effort. It is actually a joint effort. We too are part of this joint effort. With this, I conclude my session. Thank you. താങ്ക് യു ഡോക്ടർ വിഷ്ണു. വളരെ മനോഹരമായ രീതിയിൽ പക്ഷെ വളരെ ലളിതമായിട്ട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് പ്രത്യേകം താല്പര്യം തോന്നിയത് വളരെ ചെറിയ ചില ഫിഗറുകളിൽ കൂടെ വലിയ സന്ദേശം കൈമാറാനായിട്ട് സാറിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചിന്തകളെ ഉണർത്തുന്ന രീതിയിൽ തന്നെയാണ് സംസാരം വന്നിരിക്കുന്നത്. എൻ്റെ സോഷ്യൽ ഇഷ്യൂസും എല്ലാ വശങ്ങളും വളരെ കൃത്യമായിട്ട് ടച്ച് ചെയ്തിട്ടാണ് ഈ പ്രഭാഷണം മുന്നോട്ട് പോയത്. വെറും കെമിസ്ട്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇംപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ട്രീറ്റിയുടെ ഉടമ്പടിയുടെ എല്ലാ പ്രത്യേകതകളും ഏറ്റവും കൂടുതൽ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച ഒരു ഉടമ്പടി എന്നുള്ള പ്രത്യേകതയൊക്കെ ചേർന്ന് വളരെ മനോഹരമായൊരു വിരുന്നാണ് ഞങ്ങൾക്ക് ഒരുക്കിയത്. എന്തായാലും ഈ പരിപാടിയുടെ ഒരു ഉദ്ദേശം സാറ്റിസ്ഫൈ ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച നടക്കേണ്ടതുണ്ട്. അപ്പം വിദ്യാർത്ഥികളെ ചർച്ചയ്ക്കായിട്ട് ക്ഷണിക്കുകയാണ്. സാറിനോട് നിങ്ങൾക്ക് സംസാരിക്കാം, ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. ആയിക്കോട്ടെ സാർ. ഓക്കെ. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇടപെട്ട് സംസാരിക്കാം. നിനക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഇങ്ങനെ ഒരു പൊതുപരിപാടി നടക്കുന്ന സമയത്ത് ആ ഒരു അർത്ഥത്തിൽ അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാറ് ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റ് വളരെ പ്രസക്തമാണ്. ഫേസ് ഔട്ട് ചെയ്യുന്നതിൽ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ളൊരു ഫേസ് ഔട്ടാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു വലിയൊരു സാധ്യത ഉള്ളത്, ഒരു ഗവേഷണ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള സാധ്യത ഉള്ളത് ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരം ചിന്തകളുടെ ഭാഗമായ ലബോറട്ടറികളിലൊക്കെ എത്തിപ്പെട്ടിട്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു മനസ്സ് ഇപ്പോഴേ തന്നെ ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉന്നയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും പറയാവുന്നതാണ്. അഫ്ര ഞാൻ ആദ്യം ക്ഷണിക്കുന്നതെന്ന് തുടങ്ങി വെക്കാൻ, ഒരു കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.
സാർ പറഞ്ഞതുപോലെ ഈ വേദി അതിനും കൂടി പ്രയോജനപ്പെടുത്തുക. ശരിക്കും ഒരു അഭിപ്രായം ഉണ്ടാക്കിയും കൂടി എടുക്കണം നമ്മൾ ഇത്തരം വിഷയങ്ങൾ. വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് വലിയ അത്യാവശ്യമാണ്. സർ, അഭിപ്രായം എന്ന് പറയാന് ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. മോണ്ടറി പ്രോട്ടോകോളും അതുപോലെ ഉച്ചകോടികളൊക്കെ പേപ്പറിലൊക്കെ കാണുന്നതും കേൾക്കുന്നതൊക്കെയാണ്. പക്ഷെ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സർ വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞു തന്നു. മീൻസ് നമുക്ക് ഒരു മടുപ്പ് തോന്നിയില്ലേ? ഞാൻ ഇടക്കൊന്നും എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം പെട്ടെന്ന് ലെഫ്റ്റ് ആയി പോയി. ഞാൻ ഭയങ്കര ടെൻഷൻ ആയി പോയി. ഇനി ഇത്രയും ഭാഗം സ്കിപ്പ് ചെയ്ത് പോയല്ലോ, കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നിട്ട് ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്ന് മൂത്താപ്പാന്റെ വീട്ടിലോട്ട് വന്നിട്ട് കേൾക്കുകയാണ്. കാരണം നല്ല ക്ലാസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ വളരെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേൾക്കാന്. തീർച്ചയായിട്ടും വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. താങ്ക് യു. എനിക്ക് തോന്നുന്നു, പക്ഷേ ഞാൻ അതിനപ്പുറം പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു വിഷയത്തെ കുറിച്ചല്ലേ സാർ ഉദ്ദേശിച്ചതാണ്, ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം. ക്ലാസ് എന്നുള്ളതിനപ്പുറം ഈ വിഷയത്തിൽ നമുക്ക് ഒരു വീക്ഷണം ഉണ്ടാവുമല്ലോ. ആ വീക്ഷണങ്ങൾ നിങ്ങൾ എല്ലാവരും ഒക്കെ ഷെയർ ചെയ്യുന്നത് ഞങ്ങൾക്കും താല്പര്യമുള്ള കാര്യമാണ്. അതല്ലേ സാർ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ? അതെ 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 അതെ. അക്ഷയ് ഉണ്ടോ അവിടെ? അക്ഷയ്ക്ക് അഭിപ്രായം? ഹലോ സാർ. പറയൂ അക്ഷയ്, പറയൂ. പിന്നെ ഞാൻ ഇപ്പോൾ സാറ് വിളിച്ചപ്പോൾ ഒന്ന് വന്നെന്നുള്ളൂ. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കോളേജിലല്ല, അതായത് ഞങ്ങൾ ആദ്യത്തെ ഒരു സ്കൂളിൽ ഇതേമാതിരി ഓസോൺ ഡേ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പോസ്റ്റർ രചന, അതേമാതിരി മുളേൻ്റെ ബാമ്പുയുടെ രണ്ടും കൂടി ഒരുമിച്ചായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവരൊരു പ്രൊജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യായിരുന്നു. ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. കാരണം നമ്മളെ ചുറ്റുപാടുള്ള കായലും മറ്റ് നദികളും കാര്യങ്ങളൊക്കെ പഠനം നടത്തിയിട്ടാണ് അവരോട് അത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സാറിന് എന്താണ് അതിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം? നന്നായി മോനെ. അതിനകത്ത് ശരിക്കും സ്റ്റുഡൻസിന് അവരുടെ പ്രോജക്റ്റ് ചെയ്യാൻ ഫണ്ട് കിട്ടുന്നതിന് പരിമിതികളുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയൺമെന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് തിരുവനന്തപുരത്ത്, KSCST എന്ന് പറയുന്നത്. അവര് സ്റ്റുഡന്റ് പ്രോജക്റ്റുകൾ ക്ഷണിക്കുന്നുണ്ട്. ആ സ്റ്റുഡന്റ് പ്രോജക്റ്റുകൾ ക്ഷണിക്കുന്നതിൽ നിങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ അതിനകത്ത് ഫണ്ട്, എനിക്ക് തോന്നുന്നു ഒരു വർഷം 500 കഴിഞ്ഞ വർഷം 506 ഫെലോഷിപ്പുകൾ എങ്ങാണ്ടാണ് നൽകിയത്. അതിനകത്തൊരു 300 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പോകുമായിരിക്കും. പക്ഷേ 200 സയൻസ് സ്റ്റുഡൻസിനാണ് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രപ്പോസലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു കോളേജ് തലത്തിൽ ഒന്ന് വെറ്റ് ചെയ്ത ശേഷം ഈ സ്റ്റുഡന്റ് പ്രോജക്റ്റിന്റെ ഭാഗമായി അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും തന്നെ ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവായ പ്രോജക്റ്റുകൾക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇപ്പോൾ നിങ്ങൾ കെമിസ്ട്രി സ്റ്റുഡൻസ് ആയതുകൊണ്ട് പറയാം, എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ അതിന്റെ ലിസ്റ്റ് പേർക്കൊക്കെ വരുന്നേ ഉണ്ടാവുള്ളായിരിക്കും. കുറച്ച് അതിന്റെ മീറ്റിംഗ് കഴിഞ്ഞു എന്തായിരുന്നാലും അതിനകത്ത് അപ്രോക്സിമേറ്റ്ലി 70 അടുത്ത് കെമിസ്ട്രിക്ക് മാത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 200 എന്ന് പറഞ്ഞ കണ്ണേക്കാൾ അല്പം കൂടെ കൂടുതലായിരിക്കും. ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണത്. ഒരു കേസും കൂടെ പറഞ്ഞോട്ടെ, ഈ പ്രോജക്റ്റ് സാങ്ഷൻ ആവുകയും പൈസ ലഭിക്കുകയും ചെയ്ത് നിങ്ങൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ഒരു പബ്ലിക്കേഷൻ ആക്കി മാറ്റാൻ പറ്റിയാൽ ആ പബ്ലിക്കേഷന് നിങ്ങളെ പ്രത്യേക രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യും. അതിന് വേറെ ഒരു പ്രൈസ് മണിയുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ വേണമെങ്കിൽ എന്റെ സുഹൃത്തുക്കൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. അടുത്ത പ്രാവശ്യത്തെ കോൾ വരുമ്പോൾ ഉറപ്പായിട്ടും അയച്ചു കൊടുക്കും. ഇപ്പൊ അതിന്റെ സമയം കഴിഞ്ഞു പോയി. പക്ഷെ അടുത്ത വർഷത്തേക്ക് നമുക്ക് ഇപ്പോഴേ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന പ്രോജക്റ്റുകൾക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതൊരു യൂണീക് പ്രപ്പോസലായി കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഭാഗമായി സുഹൃത്തിന് തന്നെ കൊടുക്കേണ്ടതാണ്. ഉറപ്പായിട്ടും കൊടുക്കണം. അടുത്ത പ്രാവശ്യം ഫണ്ടിങ് ലഭിക്കും. ഹലോ സാർ, ഞാൻ കെമിസ്ട്രി അല്ല കേട്ടോ. സോറി, ഞാൻ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹിസ്റ്ററി ആയാലും പ്രശ്നമൊന്നുമില്ല. ഒരാളോട് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു സയൻസ് സ്ട്രീമിലുള്ള ഒരു വിദ്യാർത്ഥിയോട് സഹകരിക്കാം. പിന്നെ എന്നിട്ട് ജോയിന്റ് പ്രോജക്റ്റ് ആയിട്ടും കൊടുത്താൽ മതി. ഇപ്പൊ സംസാരിച്ചത് ഞാൻ അവരിൻ്റെ ആദ്യത്തെ സ്കൂളിൽ വെച്ചിട്ടാണ്. കോളേജിൽ ഇതേമാതിരി പ്രൊജക്റ്റ് ഞാൻ ചെയ്തിട്ടില്ല. അവരിങ്ങനെ ഒരു സജഷൻ വെച്ചതുകൊണ്ടാണ് ഞാൻ ഓസോണിൻ്റെ സംബന്ധിച്ചായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഞാൻ ഇട്ടിട്ടുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള പ്രോജക്ട്സുകൾ ഉണ്ട്.
ഫണ്ടിങ് സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിൽ കൊടുക്കുന്നുണ്ട്. ഇതെന്താ വെച്ചാല് ഫോറസ്ട്രി ക്ലബാണ് നടത്തുന്നുള്ളത്. സാറ് ലിങ്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവർക്ക് ഫോർവേഡ് ചെയ്തോളാം. ഞാൻ നിഷിത ടീച്ചർക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ബഷീർ സാറിന് അയച്ചു കൊടുക്കാം. ഓക്കെ. സർ, വിഷ്ണു സാർ, ഞങ്ങൾ ഈ സ്റ്റുഡൻസ് പ്രോജക്റ്റ് സ്ഥിരമായിട്ട് കോളേജിന്റെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളെ കൊണ്ട് അപ്ലൈ ചെയ്യിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്പിറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള അത്തരം പ്രോജക്ട്സിനൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. പലതവണയും കിട്ടിയിട്ടുണ്ട്. സ്റ്റുഡന്റ് പ്രോജക്ട് സ്കീമിൽ കിട്ടിയിട്ടില്ലെങ്കിൽ SPYTIS എന്ന് പറഞ്ഞ സ്കീമിൽ പല തവണ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഞങ്ങള് അക്ഷയെ സഹായിക്കാം ഈ ഒരു അർത്ഥത്തിൽ. നമ്മുടെ കുട്ടികളുമായിട്ട് ചേർന്നിട്ട് ഒരു പ്രൊജക്ട് പ്രപ്പോസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. മാക്സിമം റെപ്രസെന്റേഷൻ ഇത്തരം പ്രോജക്റ്റുകൾക്ക് കൊടുക്കാൻ സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിൽ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് 500 പ്രോജക്ട് എന്ന് പറയുന്നത് ചെറിയ നമ്പർ അല്ലല്ലോ, അത്യാവശ്യം കവറേജ് കിട്ടുന്നുണ്ട്. പലപ്പോഴും നല്ല പ്രോജക്റ്റുകൾക്ക് അഭാവം തന്നെ ഉണ്ടോ എന്ന് തന്നെ സംശയം തോന്നിയിട്ടുണ്ട് ചില സമയത്തൊക്കെ. Any other interactions? സാർ, ആ ഡീറ്റെയിൽസ് ഞാൻ ഇതിലൊന്ന് പ്രസന്റ് ചെയ്യാൻ നോക്കട്ടെ. പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഒന്ന് കാണിച്ചു. അത് വീഡിയോ അല്ല, ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ അതിന്റെ. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. അത് അക്ഷയ് തയ്യാറാവുമ്പോഴേക്കും അടുത്ത അക്ഷയ് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, താങ്ക് യു. അപ്പൊ അക്ഷയ് തയ്യാറെടുക്കുമ്പോഴേക്കും ഈ ഒരു പരിപാടിക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കാനായിട്ട് പ്രിയപ്പെട്ട പ്രജിതയെ ക്ഷണിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് കൊളീഗായിട്ടില്ല. Sir, am I audible? അതെ, yes, you are audible. Okay. പ്രിയപ്പെട്ടവരെ, ഡോക്ടർ വിഷ്ണുവിടെ വളരെ ഭംഗിയായിട്ടാണ് വാട്ടർ ലെവൽ റൈസിന്റെ എഫക്റ്റ് ശരിക്കും നമുക്കൊരു വീഡിയോ അല്ലെ ഒരു സയൻസ് ഫിക്ഷൻ മൂവി പറഞ്ഞു തരുന്ന പോലെയാണ് നമുക്ക് അത് ഡെപിക്ട് ചെയ്ത് കാണിച്ചത്. ആലപ്പുഴ പോയി, കേരളം പോയി, ലണ്ടൻ പോയി. അപ്പൊ ശരിക്കും അതൊരു സയൻസ് ഫിക്ഷൻ മൂവി കാണുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു തുടക്കത്തിൽ. അതിന്റെ ഓസോൺ ലെയർ ഡിപ്ലീഷനെ പറ്റി പറയുന്ന സമയത്ത് ഒരു ഭംഗിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് കാണിച്ചു തന്നത്. അത് കഴിഞ്ഞ് നമുക്ക് മോൺട്രിയൽ പ്രോട്ടോകോളിനെ കുറിച്ചും അതേപോലെ തന്നെ ഡോബ്സൺ യൂണിറ്റും ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിനെ പറ്റിയിട്ടും ഒക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. ശരിക്കും വളരെ നല്ലൊരു അവയർനെസ് ക്ലാസ് ആയിരുന്നു സർ. താങ്ക് യു വെരി മച്ച്. പിന്നെ ഉള്ളത് എന്താ വെച്ചാല്, ഒരു കെമിസ്ട്രി സ്റ്റുഡന്റ് എന്ന നിലയിൽ നമുക്ക് ശരിക്കും പല ലെവൽസിൽ നമുക്ക് എൻവയൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് ഒരു എഫക്റ്റീവ് റോള് പ്ലേ ചെയ്യാൻ നമുക്കൊക്കെ പറ്റും. അത് ഒന്ന് ഇതേപോലെ തന്നെ നമ്മളുടെ അവയർനെസ് കൂട്ടുക, നമ്മളുടെ നോളജ് കൂട്ടുക, ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ള ഒരു അവയർനെസ് കൂട്ടുക. അത് കെമിസ്റ്റ് എന്ന നിലയ്ക്ക് ശരിക്കും നമുക്ക് കുറെ ഗ്രീനർ റൂട്ട്സ് ഇനിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണെങ്കിൽ ശരിക്കും നമുക്ക് അവിടെ വലിയൊരു റോള് പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ് കെമിസ്ട്രിക്ക്. ഒരു കെമിസ്റ്റിന് നമുക്ക് ശരിക്കും അത് പറ്റുന്നത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പേഴ്സണൽ ലൈഫിലും നമുക്ക് ഈ നോളജ് കാരണം കൊണ്ട് തന്നെ നമുക്ക് എൻവയൺമെന്റൽ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാനോ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ, ചെറിയ രീതിയിലാണെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് അതിലൊരു റോള് പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, കുറച്ചും കൂടി അഗ്രസീവായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മള് ശരിക്കും ഇങ്ങനത്തെ ദിവസങ്ങൾ ആചരിച്ച് അങ്ങനെ പോകുന്നതിലും കൂടുതൽ കുറച്ചും കൂടി അഗ്രസീവായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതിലേക്ക് പങ്കെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. അത് എപ്പോഴും നാട്ടിലെ ഒരു എൻവയൺമെന്റൽ ഇഷ്യൂ ആണെങ്കിലും അതേപോലെ തന്നെ ഓസോൺ ലെയർ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിന്റെ വല്ല ലീക്ക് അത് പല രീതിയിലാവാം. അതൊരു വർക്ക്ഷോപ്പ് ആവാം, അല്ലെ വേറെ എവിടെന്നെങ്കിലും ആവാം. അതിനെപ്പറ്റി നോളജ് ഉള്ളതാണ് ഏറ്റവും ആദ്യം ആവശ്യമുള്ളത്. അത് നമുക്ക് നാട്ടിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും പ്രതികരിക്കുക അതിന് വേണ്ടിയിട്ട്, അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, നമുക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഈ അവസരത്തിൽ ശരിക്കും
വളരെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു 18 വയസ്സുകാരത്തിന്റെ മെൻഷൻ ചെയ്യേണ്ടതാണ് എനിക്ക് ഏറ്റവും മനസ്സിൽ വരുന്ന ഒരു സ്വീഡിഷ് ഗേളിനെ പറ്റിയിട്ടാണ് എനിക്ക് എപ്പോഴും മനസ്സിൽ ആദ്യം ഓടി വരിക. എന്താ വെച്ചാൽ വളരെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അവള് സ്കൂൾ കട്ട് ചെയ്തിട്ട് പാർലമെന്റിന്റെ മുന്നിൽ സ്ട്രൈക്കിന് പോകുന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോവും. ആ ഒരൊറ്റ കുട്ടീന്റെ ബലത്തില് ശരിക്കും മില്യൺസ് ഓഫ് ആൾക്കാര് ഈ ഒരു ഫ്രൈഡേ ഒരു സ്ട്രൈക്ക്, ഗ്ലോബൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് സ്ട്രൈക്ക് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഈ 24th വേൾഡ് വൈഡ് സ്ട്രൈക്കാണ്. അത് ശരിക്കും ഒരു വലിയൊരു അവയർനെസ് ക്യാമ്പയിൻ തന്നെയാണ്. ഇത്രയും ആൾക്കാരെ അതിനെപ്പറ്റി അവെയർ ആക്കി. എന്തിനാണ് സ്ട്രൈക്ക് എന്ന് വെച്ചാൽ അധിക കൺട്രീസും ഏറ്റവും കൂടുതൽ അവരെ ബജറ്റ് നീക്കി വെക്കുന്നത് ഡിഫൻസിന് വേണ്ടിയിട്ടോ വാറിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും. ആ ബജറ്റിൽ നിന്ന് നല്ലൊരു ഭാഗം എങ്കിലും എൻവയൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രിറ്റ തൺബർഗ് ആണ് ആ സ്വീഡിഷ് 18-year-old ഗേളിന്റെ പേര്. അവള് അതിനു വേണ്ടിയിട്ടാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അവളുടെ വീഡിയോസ് കാണുമ്പോൾ ശരിക്കും ആ ഒരു അഗ്രസീവ്നെസ് എത്രത്തോളം മാറിയിട്ടാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ശരിക്കും ആ വീഡിയോസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അവളുടെ ആ ഒരു ഇമോഷൻ കാണുന്ന സമയത്ത് ശരിക്കും ഒരു ആഫ്രിക്കൻ വാക്ക് ഉബുണ്ടു എന്നുള്ള വാക്കാണ് ശരിക്കും എൻ്റെ മനസ്സിൽ വരുന്നത്. ഉബുണ്ടു എന്ന് പറഞ്ഞാൽ ഐ ആം ബിക്കോസ് വി ആർ. അപ്പൊ ശരിക്കും അവിടെ ആ വി എന്നുള്ളതില് മനുഷ്യന്മാർ മാത്രമല്ല, ഈ പ്രകൃതിനെയും കൂടി നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റണം എന്നുള്ളത് വലിയൊരു സന്ദേശമാണ് ശരിക്കും ആ ഉബുണ്ടു എന്നുള്ള വാക്കും. അതേപോലെ തന്നെ ഗ്രിറ്റ തൺബർഗിന്റെ ഈ വലിയൊരു സ്ട്രൈക്കും ഒക്കെ നമുക്കൊരു മെസ്സേജ് തരുന്ന ഈ ഒരു ഐ ആം ബിക്കോസ് വി ആർ എന്നുള്ള ആ ഒരു വേർഡിങ്ങിലേക്ക് ശരിക്കും ഇങ്ങനത്തെ പ്രോഗ്രാംസ് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ നോളജ് കൂടും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലുത്. എന്താ വെച്ചാൽ നോളജ് ഇസ് പവർ. അപ്പൊ ആ നോളജ് കൂടുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാം ഇനി ഈ CC ക്ലബിന് കാഴ്ചവെക്കാൻ പറ്റട്ടെ. ഇത് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രജിത. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ആഡ് ചെയ്ത് പറഞ്ഞതിന്. അടുത്ത അക്ഷയ ഒരു ഇത് ഷെയർ ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു വീണ്ടും. അക്ഷയ്. ഓക്കെ സാർ. ഓക്കെ ഞാൻ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യട്ടെ എന്നിട്ട്. ഉള്ളൊരു കാര്യമാണ്. നിഷിത. കേൾക്കാമോ? കേൾക്കാം. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ശരിക്കും ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. ആഫ്ര പറഞ്ഞ പോലെ നമ്മള് ഒരു 5 ദിവസം വൈകി സെപ്റ്റംബർ 21 അത് പ്രോഗ്രാം സംഘടിപ്പിച്ചു എന്ന് മാത്രം. പക്ഷെ ശരിക്കും ഓസോൺ പാളി സംരക്ഷിക്കപ്പെടേണ്ടത് കേവലം ഒരു ദിനം മാത്രല്ല അല്ലെ. അത് എന്താണ്, നമ്മെ ബോധ്യപ്പെടുത്താനും അതൊന്ന് ഓർമ്മിപ്പിക്കാനും വേണ്ടി ഒരു ദിനം ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് മാത്രമാണ് ഇത്ര വൈകിയാണെങ്കിലും ഈ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചത്. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത കോളേജ് പ്രിൻസിപ്പൽ അസീസ് സർ ഞാൻ വിളിച്ചപ്പോ തന്നെ തിരക്കുണ്ട്, പിന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ പങ്കെടുക്കും എന്ന് പറഞ്ഞ് നമ്മളെ കൂടെ കൂടി സാറിന് ECCന്റെ പേരിലുള്ള ക്ലബിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഊർജ്ജസ്വലനായ HOD അനിൽ സാറാണ്. സാറ് എല്ലാ പ്രോഗ്രാമിനും വേണ്ട നിർദ്ദേശങ്ങൾ തരും, നമ്മളെ സപ്പോർട്ട് ചെയ്യും. സാറിനും ECC ക്ലബിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി വിഷ്ണു സാറ് ഞാൻ വിളിച്ചപ്പോ തന്നെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ പങ്കെടുത്തോളാം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ സാറ് പങ്കെടുക്കുകയും ഈ ഒരു ഓസോൺ ഡേയുടെ മെസ്സേജ് വളരെ നല്ല രീതിയിൽ തന്നെ കുട്ടികളുടെ ഇടയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് സാറിന്റെ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറിന്
ECC ക്ലബിന്റെ പേരിലും അതുപോലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച പ്രജിത ടീച്ചർ, ബഷീർ സർ, അതുപോലെ എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായിട്ടും കുട്ടികൾ ഓർഗനൈസ് ചെയ്ത പരിപാടിയാണെന്നുള്ളത്. കുട്ടികൾ ഓർഗനൈസ് ചെയ്തു, അവര് തന്നെ എന്ത് ചെയ്തു, സംഘടിപ്പിക്കുകയും ചെയ്തു. എല്ലാ റോളും അവരാണ് ഏറ്റെടുത്തത്. അത് കോർഡിനേറ്റർ അഫ്രയും ടീമും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എന്നാലും കുറച്ച് പേരുകൾ എടുത്തു പറയണം തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ പ്രോഗ്രാമിന്റെ ബ്രോഷർ ചെയ്തത് ഹന്നത്ത്, ഹസനത്ത്, നമ്മുടെ ഈ ക്ലബിലെ 2 കുട്ടികളാണ്. അതുപോലെ തന്നെ വീഡിയോ റിലീസ് ചെയ്തതും മുൻപന്തിയിൽ നിന്നത് ഹന്നത്തും ഹസനത്തും തന്നെയാണ്. അപ്പൊ അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഹന്നത്തിനെ ഹസനത്തിനെ ഹെൽപ്പ് ചെയ്തത് അഫ്ര, അതുപോലെ ഫബിൻഷ, ഫിദ, ഇവര് 3 പേരും കൂടിയാണ്. അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാം ഞാൻ പത്രത്തിൽ റിപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ അത് ഞാൻ എഴുതിക്കോളാം മിസ്സേ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് ഫിദയാണ്. അതുപോലെ പ്രോഗ്രാം ഷെഡ്യൂളൊക്കെ ചെയ്യണം, വെബ്സൈറ്റിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ അമീൻ, ഇവർക്ക് 2 പേർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എല്ലാ ക്ലബ് മെമ്പേഴ്സും ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നുഹ്മാൻ പോലെയുള്ള കുറെ കുട്ടികൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ നബീന ടീച്ചറുടെ അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ഈ പ്രോഗ്രാം, മിസ്സിന്റെ ഹസ്ബൻഡിന്റെ അക്കൗണ്ടാണ് യൂസ് ചെയ്തത് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പൊ അത് തരാൻ മനസ്സ് കാണിച്ച മിസ്സിന്റെ ഹസ്ബൻഡിനും മിസ്സിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അനിൽ സർ, താങ്ക് യു. അപ്പൊ വിഷ്ണു സർ, താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു സർ. കാണാം എപ്പോഴെങ്കിലും. ബഷീർ മാഷേ, താങ്ക് യു. ഞാന് ട്രിവാൻഡ്രത്ത് വരും. ഞാൻ അവിടെ ട്രിവാൻഡ്രത്ത് യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. ഒക്കെ അവിടെ ആയിരുന്നു. എന്റെ ബ്രദർ അവിടെ അഗ്രികൾച്ചർ കോളേജിലെ പ്രൊഫസറാണ്, വെള്ളായണി. സ്വന്തം നാട് കൊല്ലമാണ്. സാർ യൂണിവേഴ്സിറ്റി കോളേജ് ഏത് വർഷമായിരുന്നു പഠിച്ചത്? 93-95. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് മറ്റേ വാര്യർ സാറിന്റെ കീഴിൽ ഒരു രാജേഷ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മുമ്പായിരിക്കും. 95-ലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സീമെന്റ് ഹൈദരാബാദിലാണ്. ഞാൻ